in him. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാണ് ദൈവമക്കൾ ശത്രുവിനോട് പോരാടി ജയമെടുക്കുവാനായിട്ട് ദൈവത്തിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. The same is the expectation of God in our life. We have to strive against the enemy. We have to outdo him for the same purpose. We must amass the strength of God. ദൈവമക്കൾ ആത്മാവിൽ നിശ്ചയമായും ഭരിക്കപ്പെടണം അല്ലെങ്കിൽ നടത്തപ്പെടണം. We must be guided and governed by the Spirit. ഗിദെയോനോട് പറയുന്നു, നീ എന്റെ ബലത്തോട് നീ പോകാം. And Gideon the Lord directs, go thee with thy strength. ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി ഗിദെയോനിൽ വന്നപ്പോൾ ഒരു ഒറ്റ മനുഷ്യനെ തോൽപ്പിക്കുന്ന പോലെ വലിയ സമൂഹത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി അവന് ലഭിച്ചു. No sooner did the power of God come upon Gideon than he destroyed his enemies as if one man. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മെ ഇന്ന് രാത്രികാലം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവശക്തിയാൽ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി നമ്മൾ ചിന്തിക്കാം. Therefore, beloved people of God, this evening let's try to analyze the prospects that we can harvest by the power of God. നമ്മൾ ദൈവശക്തിയാൽ ഭരിക്കപ്പെടണം. We must be governed by the power of God. അല്ലെങ്കിൽ ദൈവശക്തിയാൽ നടത്തപ്പെടണം. Otherwise we must be guided by the strength of God. അപ്പോസ്തലപ്രവൃത്തി 20:22 വാക്യം വായിക്കുമ്പോൾ Acts Apostle chapter 20 verse 22. ദൈവമക്കൾ ആത്മാവിൽ നടത്തപ്പെടണം. The people of God should be guided by the Spirit. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. I am bound by the Spirit moving to Jerusalem. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ഇതാ ഇപ്പോൾ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് യെരൂശലേമിലേക്ക് പോകുന്നു. Apostle Paul testifies, behold, I am bound by the Spirit and going to Jerusalem. ആത്മാവിന്റെ ശക്തി വിശുദ്ധ പൗലോസിൽ ഉള്ള കാലത്തോളം നിശ്ചയമായിട്ടും ഒരു ശത്രുവിനും അവനെ പരാജയപ്പെടുത്തുവാൻ കഴിയയില്ല എന്നുള്ളത് ഉറപ്പായിട്ട് വിശുദ്ധ പൗലോസ് വിശ്വസിക്കുകയാണ്. So long as the power of God was working in the life of Saint Paul, no strange power was able to capture him. That is a testimony assured in his life. പ്രിയ ദൈവമക്കളെ, നാം ആത്മാവിൽ നടത്തപ്പെടുന്നുവെങ്കിൽ, ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിശ്ചയമായും പൈശാചിക ശക്തികൾ, ജഡത്തിന്റെ മോഹങ്ങൾ നമ്മൾ നിവർത്തിക്കത്തില്ല എന്ന് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. Beloved people of God, if you are safeguarded by the Spirit of God, if you are preserved by the power of God, if you are guided by the strength of God, these strange forces, these evil forces shall have no control over our life, which is evident from the scripture. ദൈവത്തിന് മഹത്വം. Glory to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവശക്തിക്ക് ഒത്തവണ്ണം നമ്മൾ പോരാടണം. Beloved people of God, according to the measure of the power of God, we must do this battle. അതാണ് കൊലോസ്യർ 1:29 വായിക്കുന്നത്, ദൈവശക്തിക്ക് ഒത്തവണ്ണം പോരാടി അധ്വാനിക്കണം. Colossians chapter 1 verse 23, wages battle according to the power of God. എവിടാണ് പോരാടേണ്ടത്? Where should we do this battle? കുടുംബത്തോടല്ല, not against the family, not against wife, ഭർത്താവിനോടല്ല, not against husband either, not against the neighbors, സഹോദരങ്ങളോടല്ല, not against the brethren. എനിക്കെതിരായി നിൽക്കുന്ന ശത്രുവിനോട് നമ്മൾ പോരാടണം. Against the enemy who is working against you and me, we must do this battle. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. Glory be to the name of God. ദൈവശക്തിക്ക് ഒത്തവണ്ണം നമ്മൾ പോരാടി അധ്വാനിക്കണം. Beloved people of God, according to the measure of the power of God, we must do this battle and attain victory. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കണം. That's why need the always tarry in the presence of God, receive this strength of God. അതുകൊണ്ട് ദൈവമക്കളെല്ലാം കൂടി വരുമ്പോൾ വാസ്തവമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ആ ശക്തി ഉണ്ടെങ്കിൽ നിശ്ചയമായും ശത്രുവിനെ നേരിടുവാൻ കഴിയും. Whenever the people of God gather, they give importance to the process of being filled by the Spirit of God. Why? Because with the same power we can destroy the enemy. ഇപ്പോൾ ഒരു സാക്ഷ്യം ഇവിടെ ശ്രദ്ധിച്ചല്ലോ. Just now you listened to a testimony. ആ പ്രിയ പിതാവിനെ നശിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദം ചെയ്ത് താൻ യാത്ര ചെയ്ത വാഹനത്തിൽ ഒരു മന്ത്രശക്തി അല്ലെങ്കിൽ ഒരു സാധനം വെച്ചിരുന്നു. You not to destroy that father, a witchcraft wrought, and that object was kept in the vehicle. അദ്ദേഹം അപകടത്തിൽപ്പെട്ട് കായോ കാലോ ഒടിഞ്ഞ് വീട്ടിൽ കിടന്നാൽ മതി, അതായിരുന്നു അവരുടെ ആഗ്രഹം. The purpose is he must meet with an accident and the limbs should be broken. He must be kept within doors. That was the ultimate aim behind it. എന്നാൽ താൻ കാർ ഓടിച്ചു പോകുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ സീറ്റിന്റെ അടിയിൽ ഇന്നൊരു സാധനം ഇരിപ്പുണ്ടെടുത്ത് ദൂരെ കളയാൻ പറഞ്ഞു. However, as he was driving the vehicle, the Spirit of God inspired him
there's a strange object in a vehicle, cast it out. വാഹനം നിർത്തി ആ സാധനം കണ്ടു, എടുത്ത് ദൂരെ കളഞ്ഞു. He detected that one, it was cast out. യാത്ര ചെയ്ത് ആരാധന കഴിഞ്ഞ് സന്തോഷത്തോടെ സൗഖ്യത്തോടെ താൻ വീട്ടിലേക്ക് വന്നു. He continued the journey, hale and hearty, he returned home. ഇതാണ് മാതാവ് അതിശയിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? Mother became panic-stricken, dumbstruck. Why? അവർക്ക് മനസ്സിലായി ദൈവ സാന്നിധ്യം തന്നോടുകൂടെ ഉണ്ടെന്ന്. She came to understand the presence of God was accompanying her husband. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോടുകൂടെ കർത്താവ് നിശ്ചയമായി കർത്താവ് ഉണ്ട്. അവരെ തൊടുവാൻ ഒരു ശക്തിക്ക് കഴിയില്ല. Indeed, with the people of God who worship the Lord in the truth and the spirit, the presence of God is accompanying. No strange power can touch them. ജനത്തെ ഉണർത്തിയപ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ നമ്മോട് പറഞ്ഞല്ലോ, ഒരു ഏഴയായ കുടുംബത്തിന് എതിരായിട്ടുള്ള മന്ത്രശക്തി, പക്ഷേ മന്ത്രം ചെയ്തവർ പരാജയപ്പെട്ടു. എളിയവനെ ദൈവം ഉയർത്തി അനുഗ്രഹിച്ചു. At the time edifying our distinguished chief pastor just narrated incident, a person who wrought this witchcraft, the performer got destroyed, and against whom it was done, that person got prospered. ദൈവമക്കളെ, പ്രതിസന്ധിയുടെ ഇടയിൽ നിശ്ചയമായിട്ടും നമ്മെ കാക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി നമ്മിലേക്ക് വരണം. In the midst of crisis, bottleneck situation, it is the power of God that is able to protect us. That power should come into our heart. സിംസോന് വലിയ ശക്തി ഉണ്ടായിരുന്നു. Samson had great power. എന്നാൽ അവന്റെ തീരുമാനത്തെ പ്രതിഷ്ഠയെ ഉടച്ചപ്പോൾ ആ ശക്തി നഷ്ടപ്പെട്ടു പോയി. The moment he destroyed the consecration power, the power of God departed him. അവൻ സാധാരണ മനുഷ്യനെ പോലെയായി. Alas, he was reduced to be an ordinary mortal being. ഇതാ ഫെലിസ്ത്യൻ വരുന്നു എന്ന് ദൈവമക്കളെ ശബ്ദം കേട്ടപ്പോൾ സാധാരണ ഉള്ളതുപോലെ അവൻ കുടഞ്ഞെഴുന്നേറ്റു. Behold, on hearing the cry, the Philistines come, he wriggled up and stood up. അവൻ ദൈവം അവനെ വിട്ടു മാറി എന്നുള്ള കാര്യം അവൻ മറന്നുപോയി. He failed to understand the truth. Presence of God departed him. ദൈവത്തിന് സ്തോത്രം. Glory be to God. ദൈവശക്തി സിംസോൻ നഷ്ടപ്പെടാൻ കാരണം അവന്റെ പ്രതിഷ്ഠാ ജീവിതം ഉടച്ചതുകൊണ്ടാണ്. The reason with which the power of God departed Samson is, alas, he broke his consecration. അവന്റെ കണ്ണ് ശത്രു കുത്തിപ്പൊട്ടിച്ചു. The eyes blinded, the enemies blinded his eyes. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ തീരുമാനത്തെയും പ്രതിഷ്ഠയും നമ്മൾ സൂക്ഷിക്കണം. ദൈവശക്തി നമ്മൾ സൂക്ഷിക്കപ്പെടണം. Beloved people of God, we must maintain in the midst of the consecration decisions we have taken, lest the enemies would put out our eyes. അപ്പോൾ നമ്മുടെ എന്താണ് അകത്തെ മനുഷ്യൻ വെളിപ്പാട് ഹൃദയസൃഷ്ടി പ്രകാശിക്കപ്പെടുവാൻ കഴിയും, കണ്ണ് സൂക്ഷിക്കപ്പെടാൻ കഴിയും, ആത്മീയ വെളിപ്പാടിൽ ജീവിപ്പാൻ കഴിയും. Then the inner man, eyes of faith, eyes of understanding can be enlightened. We can get divine revelation and vision. അവന്റെ ജഡ നഷ്ടപ്പെട്ടു പോയി. He lost his locks. അവിടെയാണ് ദൈവ സാന്നിധ്യം വിട്ടുപോയത്. Tragedy, alas, the presence of departed there. നിന്നിലുള്ള ശക്തി നഷ്ടപ്പെടാതെ നീ സൂക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. The Spirit of God is talking to you in order that you have to preserve the same power of God that's working in you. ദൈവശക്തി നാം സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ കഴിയില്ല. If you are kept in the power of God, indeed no enemy can touch you. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Glory be to the name of പ്രിയ God. മക്കളെ, ഇതാണ് ദൈവശക്തിയാൽ നമുക്ക് എന്താണെന്നുള്ള നേട്ടം എന്താണെന്ന് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. In brave terms, let us try to analyze what are the benefits that we can get by this power of God. ദൈവശക്തിയുടെ ആവശ്യകത എല്ലാം. What is the essentiality of this power of God? എന്തിനെല്ലാം? What for? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഒന്ന്, First, പിശാചിന്റെ ശക്തികളെ തകർക്കാൻ വേണ്ടി. To destroy the strength of the enemy. എഫേസ്യ ലേഖനം 6:10-11. Ephesians chapter 6 verses 10 and 11. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Praise be to the name of God. പിശാചിനോട് എതിർത്ത് നിൽക്കണം. Resist against the devil. എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവേ. To be strong enough to resist against the enemy, he must put on the whole armor of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിന്ന് ജയമെടുക്കണം. Resist against the power of the devil, attain victory over him. സാത്താനി വേലകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? You know what are the works of the enemy? ഞാൻ ചുരുക്കമായി ചില വിഷയങ്ങൾ ഓർപ്പിക്കാം. In brief terms, let me highlight a few characteristics. ഒന്ന്, അനുസരണക്കേടിന് അവൻ പ്രോത്സാഹനം കൊടുക്കുകയാണ്. First, he is injecting
the spirit of disobedience. അനുസരണക്കേട് വരുത്തുവാൻ അവൻ പ്രോത്സാഹിപ്പിക്കുന്നു. He is giving motivation to disobey. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-4 വചനം. Book of Genesis chapter 3 verses 3 and 4. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അനുസരണക്കേട് വരുത്തുവാൻ അനുസരണക്കേടിന്റെ ആത്മാവിനെ കൊണ്ടുവന്നിട്ട് സാത്താൻ ആദാമിനോട് അല്ല അവയോട് സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. The devil is whispering and in order to inject unto her the spirit of disobedience. ഇത് നീ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. പക്ഷേ തൊടുവാൻ പാടില്ല, തിന്നാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ലെന്നൊക്കെയും ആ സ്ത്രീ പറഞ്ഞുവെങ്കിലും അല്ലെങ്കിൽ അമ്മച്ചി പറഞ്ഞെങ്കിലും അവിടെ ഒന്നും സാത്താൻ പിന്മാറിയില്ല. The Lord had given the commandment not to eat the fruit from the tree that's in the midst of the garden. However, she has narrated the same. The devil just presented. He did not withdraw from his mission. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വചനം ആലോചന അനുസരിപ്പാൻ ഇഷ്ടപ്പെടുമ്പോൾ അതിന് എതിരായിട്ടുള്ള ഒരു ആത്മാവ് പിശാച് കൊണ്ടുവരികയാണ്. Today, when we listen to the word of God, when we hear the counsel of God, the devil is bringing before you a contrary advice. സാത്താന്റെ പേര് എന്താണ്? അനുസരണത്തിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. This is the work of the devil. He is encouraging you to disobey. അനുസരണക്കേടിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. He is giving encouragement to disobedience. ദൈവത്തിന് സ്തോത്രം. Praise be to God. അനുസരിക്കേണ്ടതായിരിക്കുന്ന നിയമങ്ങൾ, അനുസരിക്കേണ്ടിരിക്കുന്ന പ്രമാണങ്ങൾ, പാലിക്കേണ്ടതായിരിക്കുന്ന ചട്ടങ്ങൾ, വചനങ്ങൾ, അതിനെതിരായിട്ടുള്ള അത് പാലിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സാത്താൻ കൊണ്ടുവരും. The laws, the statutes, the ordinances, the commandments which compel you to obey, the devil is bringing laws against the same, and he makes you to disobey. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ദൈവത്തിന് പദ്ധതി ദിവസങ്ങളൊക്കെയും ദൈവം വാരി വിതറുകയാണ്. And these days the word of God has been sown in this part of the land. ഇപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Even now the spirit of God is dealing with us. ഒരു കൂട്ടർ കേട്ട് അങ്ങ് പോകുകയാണ്. One group is listening to, simply forgetting. മനസ്സിൽ മറ്റൊരു വിചാരങ്ങൾ, മറ്റൊരു താല്പര്യങ്ങൾ കൊണ്ടുവരികയാണ്. With a strange other intentions on covering the heart. എന്താണ്? അത് പാലിക്കാതിരിക്കാൻ, അനുസരിക്കാതിരിക്കാനുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിൽ കൊണ്ടുവരികയാണ്. Not to obey, not to exercise, a strange thought is brought by the devil into their heart. എന്താണ്? തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷഫലവും ഭക്ഷിക്കാൻ പറഞ്ഞ് നടുവിൽ നിൽക്കുന്ന മാത്രം ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്ന നിയമം എന്താണ്? നീ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ടാണ് അത് മാത്രം ഭക്ഷിക്കരുത് പറഞ്ഞിട്ട് സാത്താൻ ഉപദേശം കൊണ്ടുവരികയാണ്. There is a permission, there is a lenience to eat the fruit of all that is in the garden except the one which is in the midst. Why? What is it? Gradually he is injecting a strange thought which is guiding you unto disobedience. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതിൽ അവർ പരാജയപ്പെട്ടു. Alas, she got failed in it. അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ തേജസ്, അവരുടെ മഹിമ, അധികാരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് സാധാരണ അവസ്ഥയിൽ പോലെ ആയിക്കഴിഞ്ഞു. The moment they disobeyed, they came short of glory, power, majesty, everything. Now reduced to an ordinary mortal being. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചതായ മനുഷ്യർ, the man who maintained his fellowship with God, ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടതായ മനുഷ്യൻ, the man who was clad on with the glory of God, സകലത്തെയും വാഴുവാനുള്ള അധികാരം ലഭിച്ചതായ മനുഷ്യൻ, the man who possessed the authority to reign over everything, ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ജീവിച്ചതായ മനുഷ്യൻ, the man who maintained the communion with God, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് അവിടുന്ന് ഒളിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞു. lo, he came short of everything. He runs away to hide himself. എല്ലാ ദിവസവും മനുഷ്യനെ കാണുവാൻ യഹോവയായ ദൈവം തോട്ടത്തിൽ വരുമായിരുന്നു. Every day the Lord used to visit the garden in order to see this man. ദൈവമായിട്ടുള്ള സംസർഗം എപ്പോഴും കാത്തു പരിപാലിക്കുമായിരുന്നു. Always they maintained the intimacy
communion with God. ഇപ്പോൾ ഇതാ ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥ വന്നു. Now there's a pitiable experience, running away to hide themselves. അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ മനുഷ്യൻ പിശാച് അട്ടഹസിച്ചിരിക്കുകയാണ്. No sooner did they disobey than the devil is now laughing aloud. പ്രിയ മക്കളെ, അനുസരണക്കേട് പറയുന്നത് ഒരു ദുഷ്ടാത്മാവാണ്. Beloved people of God, disobedience is an evil spirit. അനുസരിക്കേണ്ട വിഷയങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് സാത്താൻ നമ്മളോട് പോരാടുന്ന ആ ശക്തിയാണ്. What ought to be obeyed, you are not obeying. It is because of the inspiration and power of the devil. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ മക്കളെ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. You not to resist against this power of the devil. We have to accumulate the strength of God, armor of God. ദൈവത്തിന് മഹത്വം. Glory be to God. ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചനങ്ങൾ അതുപോലെ പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ചിന്തിച്ചോണം, സാത്താനിനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. These days, as the Spirit of God, as the Word of God is dealing with us, if you are not able to follow the same, put the same into practice, keep in mind, that is the device of the devil. ദൈവത്തിന് മഹത്വം. Glory be to God. സാത്താന്റെ മറ്റൊരു അനുഭവമാണ് ജോബിന്റെ പുസ്തകം 1:9 വായിക്കുമ്പോൾ, as we turn the book of Job, chapter 1, verse 9, we come across on the device of the enemy, the devil. വിശുദ്ധന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടം. The fight against the saints of God. 1:9 വായിക്കും. അതിന് സാത്താൻ യഹോവയോട് 9, 10, 11 വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, വിശുദ്ധന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് സാത്താന്റെ പോരാട്ടം. Beloved people of God, the devil is hatching conspiracy to do the battle against the saints of God. ഭക്തന്മാർക്കെതിരായിട്ട് പോരാട്ടം കൊണ്ടുവരും പിശാച്. The devil is bringing forth the fights against the saints of God. പക്ഷേ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണെന്ന് സാത്താൻ അറിയാതെ പോയി. Interestingly, the devil knows the Lord is able to give deliverance from all the trials. അവന്റെ ഭൗമ്യമായ കാര്യത്തിലൊക്കെയും സാത്താൻ സൃഷ്ടിവെച്ചു. The devil set his eyes upon all the material prosperity of Job. അവന്റെ സമ്പത്തിലൊക്കെയും സൃഷ്ടിവെച്ചു. He set his eyes on his substance. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആടുമാടുകൾ, ദാസിദാസന്മാരെല്ലാം അവഗണിക്കപ്പെട്ടു. Cattle being men servants, maid servants, everybody was taken away. 10 മക്കളും എന്താ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. He had 10 children, all the 10 bad farewell to this life. അവന്റെ ശരീരം മുഴുവനും വ്രണത്താൽ വ്യാപിക്കപ്പെട്ടു. And the body was afflicted with the sores. ഇതെല്ലാം സാത്താന്റെ പോരാട്ടമാണ്. All these things are nothing but the fight of the devil. എന്നാൽ യോബിനെ ദൈവം മാനിക്കാൻ കാരണം എന്താണ്? However, what prompted God to honor Job? ഇതെല്ലാം ഉണ്ടായെങ്കിലും അതരകൊണ്ട് അവൻ പാപം ചെയ്തില്ല. Despite all these things to befall, he did not commit sin with his lips. ദൈവത്തിന് വിരോധമായിട്ട് അവൻ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. He did not utter any word against the will of God. പ്രിയ മക്കളെ, നമുക്ക് പോരാട്ടങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മാർഗത്തിനെതിരായി, ദൈവവചനത്തിനെതിരായി, ദൈവമാർഗത്തിനെതിരായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ നിനക്കൊരു ഉയർച്ചയുണ്ട്, അനുഗ്രഹമുണ്ട്. Beloved people of God, during the moments of sorrows, sufferings, trials, temptations, afflictions and problems, instead of murmuring and whispering against God, if you set your eyes upon the Lord, cry unto Him, call upon Him, there is a prosperity, there is a victory, there is the strength of God which will uphold you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ജോബിന്റെ കഥ. The history of Job is known to all of us. ഒടുവിലായിട്ട് ജോബിനെ ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു. Finally, he was double-fold blessed. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ജോബിനെ ദൈവം മാനിച്ചു. God honored Job. അവൻ മുൻപുണ്ടായതിനേക്കാൾ ഇരട്ടിയായിട്ട് ദൈവം അവന് കൊടുത്തു. The Lord bestowed blessings upon him more than the yesterdays. ശത്രുവായി പിശാച് രക്ഷിച്ചു പോയി. The enemy, the devil, was put to shame. ഒരു കാലഘട്ടത്തിൽ നിനക്ക് പരാജയം ഉണ്ടായേക്കാം. The time was you might experience failures in your life. ഒരു നഷ്ടം ഉണ്ടായേക്കാം. You might incur losses. കഷ്ടം ഉണ്ടായേക്കാം. You might have suffered. അവിടെ 10 മക്കൾ പോയപ്പോൾ യോബ് പറഞ്ഞ വാക്കെന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. When all the 10 children got lost, what was his statement? The Lord has given, the Lord has taken away,
Let the name of God be glorified. അവൻ അതിനെ കൊണ്ടുപോലും പാപം ചെയ്യാതെ ദൈവത്തിന്റെ മാർഗത്തിനെതിരായി ചിന്തിക്കാതെ അവൻ ദൈവത്തെ നോക്കി നിലവിളിച്ചതിനാൽ ജോബിനെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു. ആ ദൈവം ഇന്ന് നമുക്കായി ജീവിക്കുകയാണ്. Neither did he think in his heart against the will of God, nor did he speak against the will of God. Rather, he glorified the name of God. Therefore, God prospered him, blessed him double-fold. The same God is moving in the midst right now. ദൈവത്തിന് മഹത്വം. Glory be to God. മൂന്നാമതായിട്ട് സാത്താന്റെ വേല എന്ന് പറയുന്നത് ദൈവമക്കളെ മനുഷ്യനിൽ രോഗം കൊണ്ടുവരികയാണ്. ജോബ് 2:7 The third device the devil is bring forth sickness in man. Job chapter 3:2-7. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിക്കപ്പെട്ടു. And he was completely afflicted with boils and sores from head to foot. സാത്താന്റെ വേല എന്ന് പറയുന്നത് ദൈവമക്കളിൽ ഭക്തന്മാരിൽ വിശുദ്ധന്മാരിൽ രോഗം കൊണ്ടുവരിക എന്നുള്ളതാണ്. And the work of the devil is afflicting the people of God with the sicknesses. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ നമുക്ക് ഏതെങ്കിലും വ്യാധികളുടെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്താൽ വരുന്നല്ല, ദൈവം അനുവദിച്ചാണിക്ക സംഭവിക്കുന്നു. പക്ഷേ നമ്മോട് പോരാട്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് രോഗം കൊണ്ടുവരുന്നത് സാത്താന്റെ വേലയാണ്. Beloved people of God, we are afflicted with sickness not by God. Perhaps God may allow, but only the devil who is bringing forth the sicknesses in our life. കർത്താവ് എനിക്ക് രോഗം തന്നു എന്നൊക്കെ ചില സാക്ഷി പറയും. Some people who testify, the Lord afflicts me with his sickness. ഒരിക്കലും ദൈവമക്കളെ കർത്താവ് നമ്മെ പരീക്ഷിക്കില്ല, അല്ലെങ്കിൽ രോഗം കൊണ്ടുവരികയില്ല, അങ്ങനെ കഷ്ടപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. No, never does the Lord allow you to be afflicted with sickness. He never tries you with the sickness. എന്നാൽ സാത്താൻ ആണ് ഇത് കൊണ്ടുവരുന്നത്. Interestingly, it is the devil who is bringing forth the sickness. ഒരു ഭക്തന്റെ മേൽ അധികാരം ദൈവത്തിനാണ്. ദൈവം അനുവദിക്കാതെ ഒരു ഭക്തനും ഒരു ദൈവമക്കൾക്കും ഒരു രോഗവും ഉണ്ടാകില്ല. Only God has got power, authority over a godly. Without his knowledge and permission, he will not be afflicted with any kind of malady. രോഗം കൊണ്ടുവന്നെങ്കിൽ അതിന് വിടുതലും കർത്താവിന്റെ പക്കലുണ്ട്. If there are ailments in your life, with the Lord there is deliverance too. ഇന്നും നിനക്ക് പലവിധ വ്യാധികൾ രോഗങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ദൈവം അറിയാതെ നിനക്കും സംഭവിച്ചിട്ടില്ല. ദൈവമക്കളെ നിന്നെ വിടുവിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, സൗഖ്യമാക്കുവാൻ, സഹകരിക്കുവാൻ, ഒരു ജീവൻ നൽകുവാൻ, പഴയതുപോലെ നിന്റെ ശരീരത്തെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. Even today you may be suffering from infirmities, sicknesses and weaknesses, but nothing takes place without the knowledge of God. He is almighty, he is omnipotent to cure you, and he is able to strengthen you, restore you as in the past. ഈ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ബന്ധനത്തെ, രോഗബന്ധനത്തെ അടിക്കുവാൻ ദൈവത്തിന് കഴിയും. While this word of God is being preached, if you believe in the word of God, the Lord is able to discord all the bindings of sickness in your life right now. വിശ്വസിക്കുന്നവർ മാത്രം കര ഉയർത്തി അടിയടി പറയട്ടെ. ശക്തമായി ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളെ, നീ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ രോഗത്തിന്റെ കാഠിന്യങ്ങൾ, വേദനകൾ, രോഗത്തിന്റെ സക്രിയകൾ എന്നേക്കുമായി തകർച്ചുകയാണ്. The moment you lift up your hand and praise God, the sicknesses, the hardships, all the problems of the body, forever they are moved away. ദൈവത്തിന് മഹത്വം. Glory be to God. നാലാമതായിട്ട് ഞങ്ങൾ മറ്റൊരു വിഷയം കാണാൻ കഴിയും. Fourthly, we come across another aspect. സമയം പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്ക് വിട്ടു പോകുകയാണ്. Time is ticking by. Let me touch and go. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ, Zechariah chapter 3, the first verse. നീതിമാന്മാർക്ക് എതിരായിട്ട് അവരെ എതിർക്കുന്ന ഒരു സ്വഭാവം. Against the righteous there is a power of rebellion. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. വിശുദ്ധന്മാരെ കുറ്റം ചുമത്തുവാൻ ദൈവമക്കളെ സാത്താൻ എന്താണ് വലത്തു ഭാഗത്ത് നിൽക്കുന്നത്? Devil is standing on the right hand side. He not level allegations, accusations against the saints of God. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും. Accusing one after another. അവനെ എനിക്കറിയാം. I know him. അവന്റെ വസ്ത്രം നോക്ക്. I know. Look at his garments. അവന്റെ അവസ്ഥ നോക്ക്. Look at the lifestyle. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? Look at the dress code, emaciated garment. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ് സാത്താൻ. If there is an infirmity, infirmity nature in the people of God, devil just
levels allegations against that people of God. പാസ്റ്റർ അരുൾദാസ് Pastor late Aruldas, താന് ഒരു പിശാച് ബാധിച്ച മനുഷ്യനെ പുറത്താക്കാൻ പോയി. he wanted to cast out a person possessed with the devil. ദൈവത്തിന് സ്തോത്രം. Praise be to ആ God. പിശാച് ബാധിച്ച മനുഷ്യൻ ഇപ്രകാരം പറയുണ്ടായി. The devil possessed person confessed. ഒരു ഫാഷൻ മോഡലിൽ കണ്ണ് പിരിവൊക്കെ മടിച്ച് മുടിയൊക്കെ വേറെ പ്രാകൃത രൂപത്തിൽ ആയി ചെവിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. A girl was standing beside, and her hairstyle and eyebrow, and she had broidered in a different fashion. പാസ്റ്ററോട് പറഞ്ഞു, telling it to the pastor, എനിക്ക് ഇടമുണ്ട്, എന്നെ അവിടേക്ക് അയക്കണമേ. The evil spirit said, I got room in that girl, come on, send me there. അവൻ അലറിക്കരയാൻ തുടങ്ങി. She screamed aloud. അവളുടെ മുടിയെല്ലാം വാടിച്ചെലി ശേഷം ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല കർത്താവേ, എന്നോട് സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു. She cried aloud. She reset her hairstyle. Oh Lord, hereafter I will not follow this model. Help me, Lord. അങ്ങനെ അവൾ മാനസാന്തരപ്പെട്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ സാത്താൻ പറയാണ്, നോക്കെ മുടി വളർത്തി കിപ്പിയായിട്ട് സൈഡെല്ലാം അടിച്ചിട്ട് ഒരു പുതിയ ഫാഷൻ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്, എനിക്ക് അവനിൽ ഇടമുണ്ടെന്ന് പറഞ്ഞു. The moment she repented, came back to the Lord, the devil identified this one. Now to the surprise, a gentleman was standing there, and his hairstyle was that a hippie. I got room in him. ഇപ്പോൾ പുതിയ ഫാഷനാണല്ലോ, 4 സൈഡൊന്ന് വടിച്ചിട്ട് തൊപ്പി പോലെ മുടി വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചോണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ സാത്താന് നിന്നിൽ പ്രവേശിപ്പാൻ ഇടമുണ്ട്, അത് സൂക്ഷിച്ചോണം. Modern hairstyle is that the entire surroundings are shaven up, and like a cap you have the hairstyle. Keep in mind, devil has got room in you. അപ്പോൾ ഭയങ്കര അവൻ നിലവിളിച്ചു. He started crying aloud. ഞാൻ ഒരിക്കലും ഞങ്ങൾ ചെയ്യത്തില്ല. Hereafter I will not disobey. ഞാൻ കറക്റ്റായിട്ട് മുടി വെച്ചിക്കൊള്ളാം. I will have the proper hairstyle. അപ്പോൾ സാത്താൻ വിചാരിച്ചപ്പോൾ 2 പേരെ ഗുണപ്പെടുത്തി. Devil attempted to repent, bring to repentance to people. ഞാൻ പറഞ്ഞ ആശയം, ഇങ്ങനെയുള്ള വ്യക്തികളിൽ സാത്താൻ പ്രവേശിക്കുന്നു. What is the intention of making reference to this one? Devil has got entrance into these people. ദൈവമക്കളെ, ജീവിതത്തിൽ ഏതെങ്കിലും മുഷിഞ്ഞ വസ്ത്രം ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു ചൂണ്ടിക്കാണിക്കുകയാണ്, നീ നിനപാടില്ല എന്ന് സാത്താൻ തന്നെ പറയുന്നു. If there is any dirty garments in your life, devil will say, he will level allegations against you. ദൈവപ്രമാണം വിട്ടിട്ട് ദൈവ ആദർശങ്ങളെ വിട്ടിട്ട് നീ ജീവിക്കുന്നെങ്കിൽ അത് പിശാചിന് പോലും ഇഷ്ടമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയണം. Living the plan of God, living the will of God, if you are going away, even the devil is not delighted in it. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Praise be to the name of God. എന്താണ് മറ്റൊരു വിഷയം? One more subject. 5ാമതായിട്ട്, Fifthly, ഇതാണ് ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ മുൻപോട്ട് വന്നു. devil comes forward in order to tempt God. മത്തായി സുവിശേഷം 4:13 വാക്യമാ. Matthew's Gospel chapter 4 verse 13. യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ മുൻപോട്ട് വന്നു. The tempter comes in order to tempt the Lord. അപ്പോൾ പരീക്ഷകനാണ് സാത്താൻ. Devil is a tempter. ദൈവമക്കളെ പരീക്ഷിക്കും. He will tempt the people of God. എന്നാൽ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം എടുത്തിട്ട് അവന്റെ തലയെ തകർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്നു. The moment Jesus was tempted, he applied the word of God. His head was bruised. ദൈവമക്കളെ, നിന്നെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ അടുത്തു വരുമ്പോൾ അവന്റെ തലയെ തകർക്കാനുള്ള ആയുധമാണ് വചനമെന്ന ചുറ്റിക. Beloved people of God, when the devil approaches you in order to tempt you, you have to hold the weapon of hammer, which is the word of God, to crush his head. ദൈവത്തിന് മഹത്വം. Glory be to God. സാത്താന്റെ പോരാട്ടം എന്താണ്? What is the fight to the enemy? കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് അവന് സാത്താൻ അടുത്തു വന്നെങ്കിൽ നിന്നെയും പരീക്ഷിക്കുവാനായിട്ട് വിവിധ നിലയിൽ പരീക്ഷിക്കുവാൻ സാത്താൻ അടുത്തു വരുമ്പോൾ ഈ ദൈവശക്തി ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ കൃപ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവനെ തല തകർക്കുവാൻ കഴിയും. ശക്തിയാൽ സാത്താനെ തല തകർക്കുവാൻ കഴിയും. If the devil endeavors to tempt the Lord and Savior Jesus Christ, indeed he will come nigh and not to tempt you too. As the Lord crushed the head of the enemy with the word of God, if you have the same word and power of God, you can destroy, bruise the head of the enemy. ദൈവത്തിന് മഹത്വം. Glory be to God. സാത്താന്റെ മറ്റൊരു പദ്ധതിയാണ് നല്ല വിത്ത് നീക്കിക്കളയുക എന്നുള്ളതാണ്. Another device of the enemy is casting away the good seed. മത്തായി സുവിശേഷം 13:9 വാക്യം. Matthew's Gospel chapter 13 verse 9. നല്ല വിത്ത് നീക്കിക്കളയുന്നു. Good seed is taken away. വായിച്ചു. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. The wicked comes, takes away what is sown in his heart. ഇന്ന് രാത്രികാലം ഏകാഗ്രതയോട്
നിർമ്മലതയോടുകൂടെ, ഭയത്തോടുകൂടെ, ഏകാഗ്ര ഹൃദയത്തോടുകൂടെ വചനം നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ നീ കേൾക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ എടുത്തു മാറ്റിയിട്ട് മറ്റൊരു ശക്തി നിന്റെ കൊണ്ടുവരും. അതാണ് സാത്താന്റെ വേല. Tonight, if you fail to listen to the word of God with all sobriety, with all prudence, with all diligence and vigilance, devil shall come. He'll take away this word of God sown in your heart. That is another device of the devil. നിന്നിലുള്ള ഏതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനൊക്കെയും തകർക്കുക. അതാണ് സാത്താന്റെ വേല. What are the spiritual virtues in your life? The devil is attempting to sabotage everything. ദൈവത്തിന്റെ കൃപ, grace of God, നിന്നുള്ള താലന്തുകൾ, your talents, നിന്നുള്ള പ്രാർത്ഥന അനുഭവങ്ങള്, prayer experience, തിരുവചനങ്ങൾ വായിക്കുന്ന അനുഭവങ്ങള്, experience of going through the scripture, ആരാധനയ്ക്ക് കറക്റ്റ് ആയിട്ട് പോകുന്ന അനുഭവം, punctually attending the meetings, എല്ലാം നീക്കാനായിട്ടുള്ള സാത്താന്റെ പോരാട്ടം ഉണ്ടാകും. devil has his battle to eliminate you from all these experiences. ദൈവത്തിന് സ്തോത്രം. Praise be to God. നല്ല വക നല്ലതിനെയൊക്കെയും നീക്കി കളയുക. അതാണ് സാത്താന്റെ വേല. Everything that's benevolent, everything that's virtuous, devil is attempting to overthrow. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരിക്കലും ഒരാളെ നമുക്കറിയാം, നല്ലവണ്ണം പുള്ളി നല്ല ദൈവസന്നിധിയിൽ നല്ലവണ്ണം രഹസ്യത്തിൽ വളരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി. I know a gentleman in secrecy. He used to sit in the presence of God and would engage in prayer. അല്പം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ രഹസ്യ പ്രാർത്ഥന എല്ലാം പോയി. After a short while, it's a girl. She came short of the prayer experience. എനിക്ക് മനസ്സിലായി. I could understand. എന്തോ സാത്താന്റെ പോരാട്ടമുണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയത്. There is a battle of the devil. Therefore, she came short of the prayer experience. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? അല്പമായി സാത്താൻ അവിടേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. Once the experience of prayer is lost, gradually devil started sneaking into her. നിന്നുള്ള നല്ല അംശങ്ങൾ, നിന്നിലുള്ളായിരിക്കും നല്ല മാർക്കങ്ങൾ, നിന്നുള്ള നല്ലതായിരിക്കുന്ന തീരുമാനങ്ങൾ, നിന്നിലായിരിക്കും നല്ലതായിരിക്കുന്ന ദിവ്യ സ്വഭാവത്തെ നശിപ്പിക്കാനായിട്ട് സാത്താൻ പരിശ്രമിക്കുമ്പോൾ ദൈവശക്തിയിൽ അതിനെ ജയിച്ച് നമുക്കതിന് സ്ഥിരമായി നിൽക്കാൻ തക്കോണം കഴിയട്ടെ. The spirit of obedience, your virtuous natures, all the benevolent characteristics of your life, as the devil is attempting to destroy, he must be filled by the strength of God. Destroy the devil, attain victory over him. ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് സാത്താൻ വന്നെടുത്ത് കളയാണ്. What is sown in the heart is taken away by the enemy. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഏഴാമതായിട്ട് Seventhly, അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്. it is mentioned in the scripture. നല്ല വിത്തിനിടയിൽ സാത്താൻ കള വിതയ്ക്കുന്നു. Among the good seeds, devil is sowing the tares. മത്തായി 13:38-39 വചനം. Matthew's Gospel chapter 13 verses 38 and 39. നല്ല വചനം, നല്ല മാർക്കം, നല്ല ജീവിതത്തിന്റെ ഇടയിൽ നിന്നെ നശിപ്പിക്കുവാൻ കള വിതയ്ക്കുന്ന അതാണ് സാത്താന്റെ വേല. Word of God, will of God, counsel of God, virtue of God, this is a good seed. Devil is willing to sow tares among them. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. നല്ല വിത്തിനിടയിൽ കള വിതച്ചു. He sowed the നല്ല വിത്തിനിടയിൽ സാത്താൻ കള വിതച്ചു. The enemy sowed the tares among the good seed. ആരാണ് ചെയ്തത്? Who did it? എന്ത് പറയുന്നു? What do you say? ശത്രു വിതച്ചതാണ്. It is the enemy who sowed. നീ ഉറങ്ങിയപ്പോൾ ശത്രു വിതച്ചു. As you were sleeping, the enemy sowed them. ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണരാതെ നീ ചുമ്മാ കിടന്ന് ഉറങ്ങിയാൽ സാത്താൻ നിന്റെ ഹൃദയത്തിൽ തെറ്റായ അനുഭവം കൊണ്ട് വിതയ്ക്കും. You did not wake up at the appointed time. You plunged in slumber. Therefore the devil injected into you the seed, the tares, which are the evil thoughts in your mind. സാത്താൻ നിന്റെ ഹൃദയത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ വിതയ്ക്കാൻ അവസരം കൊടുക്കരുത്. Don't give opportunity for the devil to sow evil natures, untrue natures into your heart. ദൈവത്തിന് മഹത്വം. Glory be to God. സാത്താന്റെ മറ്റൊരു അനുഭവമാണ് ദേഹത്തെയും നശിപ്പിക്കുക എന്നുള്ളത്. Another device of the devil is to destroy the soul and the spirit. ലൂക്കോസ് 9:42 വാക്യം. Luke's Gospel chapter 9 verse 42. ലൂക്കോസ് 9:42 ദേഹിയെയും നശിപ്പിക്കാൻ ഒരു ദുഷ്ടശക്തി ഇറങ്ങി. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. ദേഹിയെയും നശിപ്പിക്കുവാൻ ശത്രുവായ പിശാച് അവനെ വ്യാപരിക്കുകയാണ്. This enemy, the devil is working against you in order to destroy your soul and the body. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ മക്കളെ, ആ ദുഷ്ടശക്തികളെ തകർക്കുവാൻ
സാത്താൻ പരിശ്രമിക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മെ ഭരിക്കപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ മേൽ സാത്താൻ വാഴുകയില്ല. Beloved people of God, when the devil is attempting to destroy the good natures in you, if you are filled by the power of God, strength of God, fight against the same, no strange power, devilish power shall have its onslaughts and control upon you. ദൈവത്തിന് മഹത്വം. Glory be to God. ഞാൻ പറഞ്ഞു ഓരോന്ന് വിടട്ടെ. Let me touch and go. സാത്താന്റെ മറ്റൊരു വേലയാണ് യോഹന്നാൻ സുവിശേഷം 8:44 വാക്യത്തിൽ അവിടെ കാണുന്നു, അവൻ പോഷ്കിന് ഇഷ്ടപ്പെടുന്നു. അതായത് പോഷ് പറയാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണ്. John's Gospel chapter 8 verse 44 speaks about the device of the enemy, the devil. He is inspiring you to tell lies. സാത്താൻ പോഷ്ക് പറയുന്നതിനും അവന്റെ അപ്പനും കൂടെയാണ്. He is the liar and father of lies. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ അവൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട്, അവന് സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ, അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. സ്വന്തത്തിൽ എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. മനുഷ്യ അവന്താണ് പിശാച് പോഷ്ക് പറയുന്നതിനും അത് അവന്റെ അപ്പനും കൂടെയാണ്. Devil is the liar and father of lies. ദൈവമക്കളെ, നിങ്ങൾ ഒരു വാക്കിൽ പോലും പോഷ്ക് പറയുന്നു. People of God, do not embrace falsehood even in a word. നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കണം. You must stand up in truth. സത്യം വിട്ടു പോകരുത്. Do not keep off truth. കാര്യം സാധിക്കുവാൻ, നേടിയെടുക്കുവാൻ ഒരിക്കലും ദൈവമക്കളുടെ വായിൽ നിന്ന് പോഷ്ക് പറയരുത്. For the fulfillments of mundane things, do not articulate any falsehood. പോഷ്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും. The man who utters falsehood, the mouth shall be shut out. പോഷ്ക് പറയുന്നവരുടെ വോകിനി തീയും ഗന്ധകത്തുന്ന പൊയ്കയാണ്. Inheritance of the liar is a lake of fire where fire and brimstone shall be burning. ദൈവത്തിന് മഹത്വം. Glory be to God. ഞാൻ ഒരു കള്ളല്ലേ പറഞ്ഞോളൂ I will say only one lie. എന്ന് പറഞ്ഞ് ന്യായീകരിക്കാറുണ്ട്. People use to justify it. ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞോളൂ. I said only one lie, one word. ഒറ്റ വാക്ക് മതി. One word is enough. അസാരം പുളിമാവ് പിന്നത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് കാണുന്നില്ലയോ? Little leaven, leavens the whole lump. ദൈവമക്കളെ, ഒരു നിസ്സാരമായി ഒരൊറ്റ വാക്ക് മതി. നിശ്ചയമായും സാത്താൻ അവിടെ പ്രവേശിക്കുകയാണ്. അത് സാത്താന്റെ വേലയാണ്. പോഷ്കിന് ഇഷ്ടപ്പെടുന്നു. With a mere word, with a trivial word, your life is polluted. The devil is delighted in lies. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മൾ നിശ്ചയമായും പോഷ്കിന് ഇഷ്ടപ്പെടരുത്. Indeed, we must not be delighted in falsehood. പോഷ്ക് ഉപേക്ഷിക്കണം. We must cast off lies. സത്യത്തിന് നേരെ നിൽക്കണം. You have to be upright in truth. സത്യത്തിന് വേണ്ടി നേരെ നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. If you are able to become steadfast for truth, the presence of God shall be following you. ദൈവത്തിന് മഹത്വം. Glory be to God. മറ്റൊരു കാര്യമാണ് യോഹന്നാൻ 13:2 വാക്യം. John's Gospel chapter 13 verse 2. We come across another aspect. മനുഷ്യനെ പാപം ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. He is inspiring man to commit sin. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദ ഇസ്കരിയാത്തോവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. He induced him to betray him. ദൈവമക്കൾ അതാണ് പാപം ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതാണ് സാത്താന്റെ വേല. The devil gives you encouragement, abetment in order to commit sin. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ഒരുത്തനാണ് യൂദ. Judas was one of the disciples who followed the Lord. ഇപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാത്താൻ അവനെ തോന്നിച്ചു. The devil insinuates to him in order to show his master. അവൻ പാപം ചെയ്തുകൊണ്ട് സംഭവിച്ചെന്താണ്? He committed sin. What was the repercussion? ആ നീതിമാനായ പരിശുദ്ധനായിരിക്കുന്ന ആ ദൈവരായ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? As he was greedy, avaricious to show, to betray his master, the holy, righteous Jesus Christ, what was the consequence? അവൻ ദൈവമക്കളെ കെട്ടിയാൻ സാധ്യം മാത്രമല്ല, താഴെ വീണിട്ട് അവൻ കുടല് തെറിച്ച് അവൻ ഒരു നികൃഷ്ടനായിട്ട് മരിക്കേണ്ടി വന്നു. He hammed himself to death. The body fell down. All the bowels came out. He sustained a most humiliating death. ദൈവത്തിന് മഹത്വം. Glory be to God. നിനക്കെതിരായിട്ട് സാത്താൻ പോരാടുമ്പോൾ, beloved people of God, as the devil is fighting against you, നമുക്ക് അവനോട് എതിർത്ത് നിൽക്കണം. we must resist against him. അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയണം. Not to resist against him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പ്രിയ ദൈവമക്കളെ, സാത്താന്റെ പോരാട്ടത്തിൽ ജയമെടുക്കുവാൻ നമുക്ക് ദൈവശക്തി സൂക്ഷിക്കപ്പെടണം. We must be kept in the power of God to fight against the devices of the enemy, the devil.
മറ്റൊരു വിഷയം കൂടെ പറയട്ടെ. Let me highlight one more thing. 1 പത്രോസ് 5:8 വാക്യം വായിക്കുമ്പോൾ 1 Peter chapter 5 verse 8. മനുഷ്യനെ വിഴുങ്ങുവാൻ അവൻ പരിശ്രമിക്കുന്നു. He is willing to pull down human being. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഭക്തന്മാരെ നീതിമാന്മാരെ ഒക്കെ വിഴുങ്ങാൻ പരിശ്രമിക്കും. He is willing to swallow, devour the holy ones of God. പക്ഷേ however, ഒരു നീതിമാനെ വിഴുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. God never allows the righteous to be devoured. ദാനിയേലിനെ സിംഹത്തിന് കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. Daniel was cast into the lion's den. സിംഹത്തിന്റെ വായ് ദൂതൻ വന്ന് അടച്ചു. Angels shut up the mouths of the lion. ദൈവത്തിന് മഹത്വം. Glory be to God. എന്നാൽ അവനെ കാണിച്ചു കൊടുത്തവരെ ആ കുടുംബസഹിതം താഴേക്ക് സിംഹത്തിന്റെ കുഴിയിലേക്ക് അയച്ചു വിട്ടു. The people who betrayed as a whole family cast into the lion's den. അവരുടെ അസ്ഥികളൊക്കെ തകർത്ത് കളഞ്ഞു. The bones were eaten deliciously. ദാരുണമായി മരിക്കേണ്ടി വന്നു. They had to undergo the most humiliating death. എന്നാൽ ദാനിയേലിനെ ദൈവം സൂക്ഷിച്ചില്ലേ? However, the Lord hadn't he protected Daniel. നിന്നെ വിഴുങ്ങുവാനും നിന്നെ തകർക്കുവാനായി സാത്താൻ അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നിൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിയും നിന്നെ തൊടുകയില്ല. അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. Whatsoever comes unto you, he not to swallow you, he not to overthrow you. If you have the power of God, the Lord is able to protect you. He will never allow your enemy to touch you. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകും. Praise be to God. ദൈവമക്കളെ, ഈ സംഭവം പറയുമ്പോൾ ഞാൻ ഒരു കഥ ഓർക്കുകയാണ്. When I refer to this one, your history comes to my memory. നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. That took place in India. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ചക്രവർത്തിയായിരുന്നായ ശിവജി, Chhatrapati Shivaji, the emperor of Maratha, അടുത്തുള്ള ഒരു കോട്ട കീഴ്പ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. അതിനെ കീഴ്പ്പെടുത്തിയ ഒരു കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. He had the desire to conquer the neighboring fortress. I would like to narrate the history. അത് ആ കോട്ട മുഗൾ ചക്രവർത്തിയുടെ സ്വന്തമായിരുന്നു. It was owned by the Mughal emperor. വളരെ ഉയരമുള്ളതും, it was a lofty one, ഗോപുരമുള്ളതും, had towers, വളരെ മനോഹരമുള്ളതും, it was majestic. ആരും ആകർഷിക്കത്തക്കതായിരിക്കുന്ന സൗന്ദര്യത്തോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടായോ ഉണ്ടാക്കിയതായ ഒരു കോട്ടയാണ് കാണാൻ കഴിയുന്നത്. It had the grandeur attraction which would allure anybody to possess it. ഒരു ദിവസം one day, ശിവജിയുടെ അമ്മ, his mother, ജനൽ വഴി നോക്കിയപ്പോൾ ഒരു കോട്ട കണ്ടു. മനോഹരമായിട്ടൊരു കോട്ട. through the window she was watching. It was a beautiful fortress. അത് കണ്ടിട്ട് അമ്മ ഇങ്ങനെ വ്യാകുലപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. The mother was mesmerized with it and looking at the same. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മകൻ ശിവജി അടുത്തു വരികയാണ്. While she was thinking about the fortress, the son was passing by that way. മനോഹരമായിരിക്കുന്ന ആ കോട്ട കാണിച്ചിട്ട് പറയുന്നു, മകനെ നീ നമുക്കത് അത് ചെയ്യണം, കീഴ്പ്പെടുത്തണം. Showing that majestic fortress, the mother gives direction to the son, you must conquer it. എനിക്ക് എന്നോട് കഴിയില്ല. The son replied, I cannot. ഉടനെ മാതാവ് പറയാണ്, mother replies, നീ ഒരു പരാക്രമശാലിയാണ്. You are a mighty man. നിന്റെ രക്തം രാജകീയ രക്തമാണ്. Your blood is of regal one. നിനക്ക് പേടിയൊന്നും എന്നോട് സാധിക്കില്ല നീ പറയാൻ പാടില്ല. Don't say you are timid, I cannot. എനിക്ക് കഴിവില്ല എന്ന് പറയാൻ പാടില്ല. Don't say it is impossible with me. അമ്മ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നു. Mother encouraged him. ആ ധൈര്യം പ്രാപിച്ചതായ മകൻ, he got motivated. തന്റെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പടയാളിയെ വിളിച്ചു. He just summoned one of his trusted lieutenants. ഒരു ഇരുട്ട് വഴിയിൽ കൂടെ, passed through the dark way, ദുർഘടമായ വഴിയിൽ കൂടെ, through the crooked way, വളരെ പ്രയാസപ്പെട്ട് with the difficulty, ആ ഗോപുരത്തിനടുക്കൽ എത്തുകയാണ്. he went into the fortress. അതിനു മുൻപായി ഒരു സംഭവം നടന്നു. Before that, another event took place. കൂട്ടുകാരനോട് പറഞ്ഞു, he told one of his friends, ദൈവത്തിന് സ്തോത്രം, praise be to the Lord, ഒരു ഉടുമ്പിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉടുമ്പ്, to bring a monitor lizard. കൂട്ടുകാരെ കൊണ്ടുവന്നു. The friend brought it. ആ ഉടുമ്പിൽ കയറി കെട്ടി, he tied it with the rope. ഉടുമ്പിനെ വലിച്ചെറിഞ്ഞു. it was cast to the tower. അതിന് ഏറ്റവും മുകളിൽ പിടിച്ചു. it gripped on the tower. താൻ കയറിൽ കൂടെ അതിന് വലിഞ്ഞ് അതിന് മുകളിലെത്തി. with the help of the rope, he climbed on the tower. ദൈവത്തിന് സ്തോത്രം, praise be to God. അതിനുശേഷം thereafter, പടയാളികളെ ഓരോന്നായിട്ട് അതിന് മുകളിലേക്ക് കടത്തി. soldiers one after another allowed to climb onto the rock. അവിടെ കൊടി നാട്ടി. he just hoisted the flag. ജയത്തിന്റെ കൊടിയായിട്ട് മാറി. it was a banner of victory. ദൈവമക്കളെ, ഒരു സാധാരണ കോട്ട അല്ലെങ്കിൽ ഈ ലോകത്തിന് ബഹളമായിരുന്നായ ആ കോട്ട കീഴ്പ്പെടുത്തുവാനായിട്ട് ദുർഘടങ്ങളിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും പോരാട്ടങ്ങളിൽ കൂടെയും അതിനെ അതിജീവിച്ച് അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ, beloved people of God, you know, to capture that most motivating, most interesting fortress, if you are able to pass through crooked, perilous and dark ways,
ദൈവമക്കളെ, നിശ്ചയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ദാവീദ് സിയോൻ കോട്ട പിടിച്ചതുപോലെ ആ അടുക്കി ചാലിൽ കൂടെ അകത്ത് കടന്നിട്ട് അവൻ സിയോൻ കോട്ട പിടിച്ചു എന്ന് കാണാൻ കഴിയുന്നു. David passed through the gutters, the drainage. He captured Fortress Zion. നിനക്കിലൂടെ പോരാട്ടങ്ങൾ, എതിർപ്പുകൾ, ശത്രുവിന്റെ കോട്ടകൾ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവശക്തിയാൽ, ബലത്താൽ അതിനെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയട്ടെ. You may have trials, you may have resistance, you may have adversities from the devil. By the power of God, by the strength of God, by the will of God, you can demolish every power of the enemy. നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള സിയോൻ, പുതിയ യെരൂശലേം ദൈവം ഒരുക്കി കാത്തിരിക്കുകയാണ്. The Lord is preparing a beautiful Fortress Zion, a beautiful city Jerusalem, and waiting for us. അവിടെ ചെന്ന് ചേർന്ന് ജയത്തിന്റെ കൊടി നാട്ടുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. God must enable us in order to reach us and raise the banner of victory. പ്രിയ മക്കളെ, നിനക്ക് പോരാട്ടമുണ്ട്. നിനക്ക് നിന്റെ അവകാശത്തെ നശിപ്പിക്കുവാൻ ശത്രുവായ പിശാച് പോരാടുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഷ്ടങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ, പോരാട്ടങ്ങളിൽ കൂടെ പോയി അതിനെ കീഴ്പ്പെടുത്താം. There is battle for you, there is struggle against you. The devil is attempting to destroy your victory. In order to outdo the same, you must pass through sufferings, afflictions, attain victory over them. നമുക്ക് ദൈവമക്കളെ അവിടെ ആ ഗോപുരം അവർ കീഴ്പ്പെടുത്തിയതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അവകാശമാക്കാം. നമുക്ക് അവകാശമാക്കാം സ്വർഗ്ഗ സിയോൻ, പുതിയ യെരൂശലേം നമുക്ക് അവകാശമാക്കാം. As he captured, conquered that fortress, let us inherit, capture, conquer, take control of New Jerusalem and Zion. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് ഒരു കോറസിന് ഇടയ്ക്ക് പാടാം. Let us sing a chorus in between. എല്ലാവരും ദൈവമക്കളെ കൈത്തട്ടി ഒരു 2 മിനിറ്റ് ആ കോറസ് പാടി നമുക്ക് ആത്മാവിൽ ബലപ്പെടാം. All must clap their hands, sing the chorus, be strong in the spirit. വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം അമ്മേ ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്. പ്രത്യാശയോടെ പാടിയട്ടെ. അമ്മേ ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ 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 തീരത്ത്, വേഗം നാം ചേർന്നിടൂ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്. പ്രിയ ദൈവമക്കളെ, ആ പ്രത്യാശയുടെ ദൈവമക്കൾ നമുക്ക് പറയാം, വേഗം ഞാൻ ചേർന്നിടും ആ സ്വർഗ്ഗ സിയോനിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് ഞാൻ വേഗം ചേർന്നിടും. The people of God who are holding that hope and faith, let us say, very nigh, very soon, without delay, I raise that beautiful shore, Zion, Jerusalem. സാത്താന്റെ ഏത് പോരാട്ടം ഉണ്ടെങ്കിലും ദൈവശക്തിയാൽ ഞാൻ ജയിച്ച് അതിനെ കീഴ്പ്പെടുത്തി അവകാശം ഞാൻ മാറ്റുമാർ. Whatever is the trial of the devil, I will now do the same with the power of God. I will take control of that city. നിന്റെ പ്രത്യാശക്കെതിരായി, Against your hope, നിന്റെ വിശ്വാസത്തിനെതിരായി, against your faith, നിത്യദേശത്തിനെതിരായിട്ട് സാത്താൻ പോരാടുമ്പോൾ, against reaching eternity, as the devil is fighting against you, അഭിഷേകത്താൽ ശക്തിയാൽ അതിനെ തോൽപ്പിച്ച് അത് കീഴ്പ്പെടുത്തുവാൻ അവകാശമാക്കുവാനായിട്ട് ദൈവമക്കളെ നമുക്ക് ഒരുങ്ങാം. by your anointing, by the power, overcome the devil and inherit the kingdom of God. വേഗം നാം ചേർന്നിടൂ, കൈതട്ടി പാടേ, അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്,
പ്രത്യാശയുള്ളവർ അങ്ങനെ പറയട്ടെ. പ്രത്യാശയുള്ളവർ പറയട്ടെ, ഞാൻ വേഗം ചെന്ന് ചേരും, ഞാൻ വേഗം ചെന്ന് ചേരും, ഞാൻ വേഗം ചെന്ന് ചേരും. ആ ഭംഗിയുള്ള ദേശത്തെ കൊണ്ട് ചേരും, ആ സ്വർഗശ്രീയോട് ഞാൻ ചെന്ന് ചേരും, ആ പുതിയ യേശുവിനെ ഞാൻ ചെന്ന് ചേരും. ആമേൻ. Thank you, Lord. Thank you, Lord. ആമേൻ. Hallelujah. 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 Praise the Lord. Riba kashika da riba hatidam da God. Hallelujah. Hallelujah. പ്രിയ മക്കളെ, എന്തിനു വേണ്ടി കൺവെൻഷൻ വെച്ചിരിക്കുന്നു? Beloved people of God, what is the objective of conducting this convention? എന്തിനു വേണ്ടി പാടുന്നു? What for are we singing? എന്തിനു വേണ്ടി ഉപദേശം അറിയിക്കുന്നു? What for the message is given? നിന്നെ ശ്രേഷ്ഠനാക്കുവാൻ, To make you great, നിത്യത കൊണ്ട് എത്തിക്കുവാൻ, take you to eternity, ആ നിത്യമകതിയ മക്കളെ മനോഹരമായിട്ടുള്ള ദേശത്തെ കൊണ്ട് എത്തിക്കുവാൻ, to give you the choicest land, eternal kingdom. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ മക്കളെ, ആ പ്രത്യാശയോടെ ദൈവമക്കൾ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ ശക്തി നഷ്ടപ്പെട്ടു പോകുകയില്ല, അവിടെ കൃപ നഷ്ടപ്പെട്ടു പോകുകയില്ല, അവിടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുകയില്ല, അവിടെ ദൈവസാന്നിധ്യം വിട്ട് ഒരിക്കലും പോകുകയില്ല. When we hold fast that hope, the presence of God, the power of God, the strength of God, the blessings of God shall never depart him. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ശത്രുവായ പിശാച് പലരെയും പോരാടിക്കൊണ്ടിരിക്കുന്നു. Enemy, the devil is fighting against many. ചെറിയ ഗ്രൂപ്പിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശക്തി കത്തിക്കൊണ്ടിരിക്കുകയാണ്. The power of God is burning in the heart of a minor band of people. ആത്മാവിന്റെ ശക്തിയാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആത്മശക്തിയാൽ കത്തിക്കൊണ്ടിരിക്കുന്നവരെ നിന്നെ തൊടുവാൻ ഒരു ദുഷ്ടശക്തി കഴിയില്ല. People who are become fires by the Spirit of God, no strange power can touch you. നിന്റെ ഹൃദയത്തിന്റെ വാഞ്ച കർത്താവ് അറിയുന്നു. The Lord knows the desire of your heart. നീ ഇരിക്കുന്ന ഇരിപ്പ് കർത്താവ് അറിയുന്നു. The Lord knows your posture. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ കർത്താവ് അറിയുന്നു. The Lord knows the thoughts of your heart. നിന്റെ ആഗ്രഹത്തെ ദൈവം അറിയുന്നു. The Lord knows your desire. എന്തിനു വേണ്ടി നീ വാഞ്ചിക്കുന്നു കർത്താവ് അറിയുന്നു. What for are you thirsty? Is known to God. പരിശുദ്ധ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധ ജീവിതത്തിന് വേണ്ടി നീ വാഞ്ചിക്കുന്നെങ്കിൽ ഇതാ പരിശുദ്ധ ശക്തി നിന്നിലേക്ക് ഐക്യാണ്. If you're thirsty for a holy life, if you're thirsty for anointing, this power of holiness is right now sent upon you. ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിയും നിന്നെ തൊടുവാൻ കഴിയില്ല. When the power of God is working in you, no strange power can haunt you. Hallelujah. Praise the Lord. 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 Thank you, Lord. ദൈവത്തെ നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിന്റെ ശക്തികളൊക്കെ പറക്കുകയാണ്. As you keep on praising God, all the forces of the enemy are flying away. ദൈവത്തിന് മഹത്വം. Glory be to God. എന്തിനാണ് ദൈവശക്തി പ്രാപിക്കേണ്ടത്? What for should we possess this power of God? മറ്റൊരു കാര്യം പറയട്ടെ. Let me add one more thing. 2 സമൂയേലിന്റെ പുസ്തകം 2 Samuel 22:40 chapter 22 verse number 40. യുദ്ധത്തിൽ ജയമെടുക്കുവാൻ ദൈവശക്തി ആവശ്യമാണ്. To attain victory in the battle, you have to amass the strength of God. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ നീ എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. Thou hast subdued my enemies under my footstool. നമ്മുടെ യുദ്ധങ്ങൾ ജയിച്ചു വേണം പോകാൻ. We must overcome battles and go. ഒരു പാട്ട് ഞാനുണ്ട്, നമുക്കറിയാം, പാടണ്ട. യുദ്ധങ്ങൾ ജയിച്ചു ഞാൻ അക്കരെ ചേരുവോളം യേശുവേ നിൻ ചിറകിൽ എന്നെ അനുദിനം മറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്. യുദ്ധങ്ങൾ ജയിച്ചു ഞാൻ അക്കരെ ചേരുവോളം യേശുവേ നിൻ ചിറകിൽ എന്നെ അനുദിനം മറച്ചിടുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യുദ്ധങ്ങൾ ജയിച്ച് അക്കരെ ചേരുവോളം അവന്റെ ചിറൻ കീഴിൽ നമ്മെ വഹിക്കുന്നു. Till I win the battle, reach the other shore,
the Lord is able to cover us under His wings. ലോകത്തിന് ദൈവമക്കൾ യുദ്ധമുണ്ട്. There are battles for you, people of God, in the world. ക്രിസ്ത്യ ജീവിതമാണോ? യുദ്ധമുണ്ട്. If there is a Christian life, battle is assured. എന്നാൽ യുദ്ധത്തിൽ ജയം തരുവാൻ കർത്താവ് കൂടെ ഉണ്ട്. The Lord is accompanying you in order to command a victory during the course of the battle. ലോകം ജഡം പിശാചിനെ ജയിച്ച യേശുവിന്റെ സാന്നിധ്യം നിന്നോട് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ പരാജയമില്ല, യുദ്ധത്തിൽ നമുക്ക് ജയം ലഭിക്കും. In the presence of Lord Jesus Christ, who defeated the devil, the world, and the flesh, that is accompanying you, there is victory in your life too. No defeat during the course of the battle in your life. എഫെസ്യ ലേഖനം 6-10 മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. When we come to Ephesians chapter 6 verse 10 onwards, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. Finally, my brethren, be strong in the Lord and the power of His might. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. Put on the whole armor of God. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും സാത്താനോട് പോരാടി ജയമെടുക്കണമെങ്കിൽ ദൈവമക്കളെ 6 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. To fight against the enemy, attain victory in your life, you have to possess 6 characteristics which we are going to discuss now. അരയ്ക്ക് സത്യം കെട്ടണം. Girdle up with the truth. നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം ധരിക്കണം. Put on the breastplate of righteousness. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും ദൈവമക്കളെ യുദ്ധത്തിൽ ജയമെടുക്കണമെങ്കിൽ 6 കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. To attain victory, we must take control of 6 aspects. അരയ്ക്ക് സത്യം കെട്ടണം. Girdle up the loin with the truth. ദൈവമക്കൾ സത്യത്തിൽ നിലനിൽക്കണം. You have to be upright in truth. ആരാണ് സത്യം? Who is this truth? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, സത്യം, ജീവനുമാണ്. Jesus claims, I am the way, the truth, and the life. സത്യമായ യേശു നമ്മോട് കൂടെ ഇരിക്കട്ടെ. The truth Jesus should be with us. എന്നാൽ നിശ്ചയമായി നിനക്ക് യുദ്ധത്തിൽ ജയമുണ്ട്. That indeed there is victory during the phase of battle. ദൈവമക്കളെ സത്യത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളെ, നിശ്ചയമായും നിന്റെ പോരാട്ടങ്ങൾ യുദ്ധം ഉണ്ടായാൽ അതിനെ ജയിക്കുവാൻ ഉള്ള ആയുധമാണ് സത്യമായ കർത്താവിന്റെ സാന്നിധ്യം. The people of God who become steadfast during the course of truth and battle, the Lord shall be with you. His presence shall be with you. His name is the truth. യോഹന്നാൻ 14:6 വാക്യം. John's Gospel chapter 14 verse 6. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല. Except through Lord Jesus Christ, none shall reach the presence of the Father. നമ്മുടെ യേശു ആരെ? Who is our Jesus? അവൻ വഴിയാണ്. He is the way. അവൻ സത്യമാണ്. He is the truth. അവൻ വെളിച്ചമാണ്. He is the light. അവൻ ജീവനാണ്. He is the life. ദൈവമക്കളെ, അവൻ സർവ്വത്തിനും മതിയായ ദൈവമാണ്. He is all sufficient God. ആ യേശുവിൽ കൂടെ മാത്രമേ പിതാവിന്റെ രാജ്യത്തിൽ എത്തുവാൻ കഴിയുള്ളൂ. Only through that Jesus one to reach the kingdom of the Father. ഇവിടെ യുദ്ധത്തിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമക്കളെ അവിടെ ചെന്നെത്തുവാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ജയമെടുക്കാൻ കഴിയുള്ളൂ. If we attain victory here alone, we'll be able to reach there. ദൈവത്തിന് മഹത്വം. Glory be to God. എന്താണ് സത്യം? അരയ്ക്ക് കെട്ടണം. Be girdled with the truth. നമ്മുടെ അരയ്ക്ക് എന്തുണ്ടായിരിക്കണം? What is there in the loin? ഈ അര എന്തിനെ കാണിക്കുന്നു? What does the loin show? നേരെ നിൽക്കുന്നതിനെ കാണിക്കുകയാണ്. Stand upright. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ, നട്ടലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ വളഞ്ഞു പോകും, നേരെ നിൽക്കാൻ കഴിയില്ല. If there is any problem to the loins, there is a problem to backbone, it shall be bent, it cannot be steadfast. ദൈവത്തിന് മഹത്വം. Glory be to God. സമാഗമന കൂടാരം പഠിക്കുമ്പോൾ with the tabernacle, the congregation അവിടെ was built. 48 പലക, നേരെ നിൽക്കുന്ന 48 പലകയുണ്ട്. 48 boards stood upright. കൂടാരത്തെ നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത് ഈ 48 പലകയാണ്. These 48 boards, they kept
upheld the tabernacle. വളവുള്ളതല്ല, നേരെ നിൽക്കുന്ന. No bend at all, straight ones. ദൈവമക്കളെ, നാം സത്യത്തിൽ നേരെ നിൽക്കണം. We must become steadfast in truth. പ്രമാണത്തിൽ നേരെ നിൽക്കണം. We must become steadfast in the law. ഉപദേശത്തിൽ നേരെ നിൽക്കണം. Be strong in the doctrine. അല്ലാതെ നമ്മൾ വളഞ്ഞ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകരുത്. Don't be oscillatory and through crooked ways. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നേരെ നിൽക്കണമെങ്കിൽ, സത്യത്തിൽ നേരെ നിൽക്കണമെങ്കിൽ, പ്രമാണത്തിൽ നേരെ നിൽക്കണമെങ്കിൽ, ഉപദേശത്തിൽ നേരെ നിൽക്കണമെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണയും ഉപദേശത്തിൽ ദൈവമക്കളുടെ ആദർശത്തിൽ നേരെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വിട്ടൊരിക്കലും പോകുകയില്ല. If you become steadfast in the word of God, in the counsel of God, in the presence of God, in the scripture of God, in the truth of God, the presence of God shall accompany you. ദൈവത്തിന് മഹത്വം. Glory be to God. സത്യമായ, വഴിയായ, ജീവനായ, പ്രകാശമായ, പ്രത്യാശയായ, വെളിച്ചമായ യേശുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ധരിക്കാം. അവനോട് കൂടെ നമുക്ക് ജീവിക്കാം. Let us put our Lord Jesus Christ, who is the way, who is the truth, who is the light, who is the life, who is the brightness, and we shall hold to this hope. ദൈവത്തിന് മഹത്വം. Glory be to God. രണ്ടാമത് വായിക്കുന്നു, നീതി എന്ന കവചം ധരിക്കണം. Secondly, put on the righteousness which is a breastplate. മത്തായി സുവിശേഷം 3:15 വാക്യം. Matthew's Gospel chapter 3 verse 15. നീതി എന്ന കവചം ധരിക്കണം. Put on this breastplate of righteousness. എന്താണ് നീതി? What is this righteousness? യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ആ നീതി ജലസ്നാനത്തെ കാണിക്കുകയാണ്. That righteousness speaks about water baptism. മാനസാന്തരപ്പെട്ട വ്യക്തി പാപങ്ങളുടെ മോചനത്തിനായിട്ട് നീ നിശ്ചയമായും കർത്താവിന്റെ ദൈവം വിശ്വസിച്ചുകൊണ്ട് അഭിഷിക്തന്റെ കൈക്കീഴിൽ സുത്തനാമത്തിൽ സ്നാനം സ്വീകരിക്കണം. For the remission of the sins, a repentant soul should take water baptism in the name of the Lord, in the triune God, under a person who is surrounded by God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അനേക വ്യക്തിയുടെ ജീവിതത്തില് ഈ സാന്നിധ്യത്തെ കുറിച്ച് ഭയങ്കര സംശയമാണ്. Many people become skeptical with regard to this truth of water baptism today. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലർ പറയുന്നത് ഞങ്ങൾ ചെറുപ്പത്തിലെ സ്നാനം സ്വീകരിച്ചു എന്നാണ്. Some would say, in our early days, we got this baptism. ബൈബിളിൽ ഒരു വാക്യം പോലും കാണാനില്ല. It is not scriptural. ശിശുക്കളെ സ്നാനം കൊടുക്കാനായിട്ട് ബൈബിളിൽ ഒരു വാക്യം പോലുമില്ല. It is not mentioned then the child should be baptized. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള സ്നാനത്തെ കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. In clear terms, Bible describes about water baptism after believing. മത്തായി സുവിശേഷം 3:5 വാക്യം വായിക്കുമ്പോൾ Matthew's Gospel chapter 3 verse 5. ജനമെല്ലാം സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ, യോഹന്നാൻ കൈക്ക് വരുമ്പോൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവൻ സ്നാനം സ്വീകരിച്ചു. When people came to take water baptism under the hands of the Baptist, people confessed their sins, believed and took water baptism. അന്ന് യെരൂശലേമ്യരും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം സ്വീകരിക്കാൻ വരുന്ന വ്യക്തികൾ അവരുടെ പാപത്തെ ഏറ്റുപറയണം. People who come forward to get this baptism, you must confess your sins. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മസിയായെ കൈക്കൊള്ളുന്നു. I disown the devil, own Messiah. ഞാൻ പാപത്തെ വെറുക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. I hate the devil, I accept Jesus. ഞാൻ സിനിമ, നാടക, കൂട്ടുകാഴ്ചകളെല്ലാം വെറുക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. Cinema, drama, serials I disown, but I accept Jesus. ഞാൻ മദ്യപാനം വെറുക്കുന്നു, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. I dispossess drunkenness, I possess Jesus. ലോകത്തിലെ ആഡംബരങ്ങളെ ഞാൻ വെറുക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. I disclaim the lust of the world, I claim Jesus. ജഡഭോഗം ഞാൻ വെറുക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. I hate the lust of the flesh, I accept Jesus. ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഞാൻ വെറുക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. I resent the lust of this world, I accept Jesus. അവർക്കാണ് സ്നാനം. To them this is baptism. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നീ യേശുക്രിസ്തു ദൈവത്തിനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഷണ്ണൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. As it is asked to the minister eunuch, do you believe in Lord Jesus Christ? He replied affirmatively. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. Both came down to the water. ഫിലിപ്പോസ് ഷണ്ണന് സ്നാനം കൊടുത്തു. Philip gave baptism to the eunuch. അതാണ് ഇന്ന് ചോദിക്കുന്നത്. മാനസാന്തരപ്പെട്ട വ്യക്തിയോട്, മാനസാന്തരപ്പെട്ട സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? That's why the repentant person, as he comes forward to take this water baptism, it is asked to him, do you believe in Lord and Savior Jesus Christ? ദൈവത്തിന് മഹത്വം. Glory be to God. അതെ, വിശ്വസിക്കുന്നു. Yes, I believe. വിശ്വസിക്കുന്നവരെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം തരും. He that believes must be administered
this water baptism in the name of the Father, the Son, and the Holy Ghost. ദൈവത്തിന് മഹത്വം. Glory be to ഞാൻ God. സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പറയാം. Time is passing by. Let me touch and go. ദൈവമക്കളെ, അവിടെ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനം അംഗീകരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ അതിനുവേണ്ടി സമർപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. If there is any unbaptized soul in this congregation, if you accept the word of God, if you are prepared to obey the counsel of God, very nigh, without much delay, take this water baptism. ആ സ്നാനത്തോടുകൂടെ ഇതിന്റെ പഴയ മനുഷ്യനെ, പഴയ പ്രവൃത്തികളെ, പഴയ സ്വഭാവത്തെ, പഴയതായിരിക്കുന്ന അനുഭവത്തൊക്കെ കുഴിച്ചിടുകയാണ്. With this process of water baptism, old man, old nature, old culture, old life is crucified. യേശു ഉയർന്ന് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഒരു ശബ്ദം കാതിൽ കേട്ടു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. As Jesus came out of the water, a voice reverberated in his ears. That is, he is my beloved son in whom I am well pleased. നീ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് ഉയരുമ്പോൾ നിന്റെ കാതിൽ ശബ്ദം കേൾക്കും, നീ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്, പ്രിയപുത്രിയാണ്. The moment you take water baptism, come out of the water, you can hear the voice of God. You are my beloved son. You are my beloved daughter. ദൈവത്തിന് മഹത്വം. Glory be to God. അവിടെ ശത്രുവിനെ ജയിക്കണമെങ്കിൽ മൂന്നാമത്തെ കാണുന്നു, കാലിന് ചെരുപ്പുണ്ടായിരിക്കണം. Thirdly, to outdo this enemy, you must be showed on your feet. ഉപദേശത്തെ കാണിക്കുകയാണ്. That speaks about നീ ഉപദേശത്തിൽ നിന്നെടുക്കണം. You must be steadfast on doctrine. സഭയുടെ ആദർശങ്ങളും പാരമ്പര്യത്തിൽ നിലനിൽക്കേണ്ട, ഉപദേശത്തിൽ നിലനിൽക്കണം. It is not to become steadfast on the vain conversation and tradition of the church. Rather be strong on the Lord God. ദൈവത്തിന്റെ കൃപയിൽ നിൽക്കണം. Be strong on the grace of God. ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം. Be strong on the word of God. ദൈവ പ്രമാണത്തിൽ നിലനിൽക്കണം. Be strong on the law of God. അതുകൊണ്ടാണ് റോമർ 5:5 വായിക്കുമ്പോൾ നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. Romans chapter 5 verse 5, we understand we got access under this grace by the word of God. ദൈവത്തിന് മഹത്വം. Glory be to God. നമുക്ക് നിൽക്കാം, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാം. Let us try to become steadfast on the grace of God. ദൈവ പ്രമാണത്തിൽ നമുക്ക് നിലനിൽക്കാം. Let us become strong on the law of God. നാലാമതായി പറയുന്നു, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടിരിക്കണം. Again it is said that you got to take the shield of faith. ദൈവമക്കളെ, വിശ്വാസം എന്ന പരിചയ കയ്യിൽ ഉണ്ടായിരിക്കണം. You must hold fast the shield of faith. എന്തിനാണ് പരിചയ? What for the shield? ആരെങ്കിലും നമുക്കെതിരായി അമ്പ് ചെയ്താൽ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ തടസ്സപ്പെടുത്തുവാനായിട്ടാണ് പരിചയ. The enemy launches an arrow, applies weapon against you, in order to block it, you must have this shield. ആരാണ് പരിചയ? What is the shield? അവൻ നമുക്ക് പരിചയം അതിമഹത്തായി പ്രതിഫലമാണ് നമ്മുടെ കർത്താവ്. He is exceedingly words and the shield, that's our Lord. നീ സത്യത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിന്റെ മുന്നിൽ കർത്താവുണ്ട്. If you become strong in the faith, the Lord is marching before you. കാക്കുവാൻ കർത്താവ് കൂടെ ഉണ്ട്. The Lord is with you in order to protect you. അവൻ പരിചയ പിടിച്ചുകൊണ്ടിരിക്കുന്നു. He is holding the shield for you. നമ്മുടെ പരിചയാണ്. He is our shield. ദൈവത്തിന് സ്തോത്രം. Glory be to God. മറ്റൊന്ന് പറയുന്നു, രക്ഷ എന്ന ശിരസ്സരം. Again, put on the helmet of salvation. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. That speaks about the word of God, which is a sword. കൈക്കൊള്ളുവീൻ. You must hold it. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, ഈ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടപിശാചും നമ്മുടെ അടുക്കൽ അടുത്ത് വരികയില്ല. Wherever people of God, we put on this armor of God, no wicked enemy shall approach us. യുദ്ധത്തിൽ ജയമെടുക്കുവാൻ ഈ ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. To attain victory in the battle, he must hold fast these weapons. ദൈവത്തിന് മഹത്വം. Glory be to God. എന്തിനു വേണ്ടിയാണ് ദൈവശക്തി? What for is the power of God? രണ്ടാമതായിട്ട് യുദ്ധത്തിൽ ജയമെടുക്കുവാൻ. Secondly, to attain victory in the battle. ദൈവത്തിന് സ്തോത്രം. Praise be to God. സമയം പോകുന്നതുകൊണ്ട് ഞാൻ മറ്റൊരു ചില വിഷയങ്ങൾ ഓർപ്പിക്കട്ടെ. Time is spinning out. Let me touch a few more aspects. എന്തിനു വേണ്ടിയാണ് ദൈവശക്തി നമ്മിൽ ഉണ്ടായിരിക്കുന്നത്? What for should we possess this strength of God in us? 1 Corinthians 12 അധ്യായത്തിൽ വായിക്കുമ്പോൾ, Coming to 1 Corinthians chapter 12, അതിലെ 12-13 വചനം, verses 12 and 13. സഭ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുവാൻ, Church should be the body of Christ. കർത്താവിനോട് ഏക ശരീരസ്ഥരായിട്ട് മാറുവാൻ, becoming one body of the Lord. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. Glory be to the name of God. നമ്മെ ഏക ശരീരസ്ഥരായി പണിയുവാനായിട്ട് ദൈവശക്തി നമ്മെ വ്യാപരിക്കുന്നു. We need to have the operation of the Spirit of God, strength of God, in order that we may be built
as a temple of God. റോമർ 12:5 വായിക്കുന്നു, പലരായി നമ്മെ ക്രിസ്തുവിന്റെ ഒരു ശരീരമാക്കി മാറ്റുന്നു. Romans chapter 12:5, we different members are being built together as the members of the same body of Christ. ആത്മാവിനാൽ നമ്മെ ഒന്നാക്കി മാറ്റുന്നു. By the Holy Spirit of God, we are united to become one. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബാക്കിലിരിക്കുന്ന ചീഫ് പാസ്റ്റർ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളും കേട്ടിരിക്കും ചട്നി ഉണ്ടാക്കുന്നത്. At the time of the message, our distinct chief pastor used to speak about making chutney. പലത് വസ്തുക്കളെല്ലാം കൂടെ ചേർത്തിട്ട് നീ ഒന്നിച്ച് അരച്ച് റെഡിയാക്കുന്നു. Many ingredients are put together, grounded, mixed to be one. പിന്നെ അത് പിഴിക്കുവാൻ കഴിയില്ല. That is quite inseparable thereafter. ഒരു ലിറ്റർ മാവ് അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചാൽ അതിനെല്ലാം ഒന്നാക്കി മാറ്റുന്നു. A liter flour, pour oil, mixes, they cannot be inseparable thereafter. ആ എണ്ണ ഒഴിച്ച് ഒന്നായി കഴിഞ്ഞാൽ ഊടിയാലും പറപ്പിച്ചാലും കാറ്റടിച്ചാലും അത് പറന്നു പോവുകയില്ല. Once oil is poured, mixed together, blow it, kick it, it's inseparable. നിന്നെ ഒന്നാക്കി തീർക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. The power of anointing is something that's uniting you. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്. Each one of us is the body of Christ. 1 കൊരിന്ത്യർ 12:27 വായിക്കുമ്പോൾ 1 Corinthians chapter 12 verse 27. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്. Each one of us is the body of Christ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. Each one of us becomes particular member of this body. ദൈവത്തിന്റെ സഭയുടെ തലയാണ് നമ്മുടെ കർത്താവായ യേശു. Lord Jesus Christ is the head of this church. കൊലോസ്യലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകും. Coming to Colossians we read, he is the head of the body, that is the church. ദൈവമക്കളെ, പലരായ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുകയാണ്. People of God, we are different, diverse, united to become one in Christ. യഹൂദൻ, Jew, യവനൻ, Greek, ദാസൻ, servant, സ്വതന്ത്രൻ, free, ഏത് ഉയർന്നവൻ താണവൻ ഏത് അവസ്ഥയിലുള്ളവരെയും ഒന്നാക്കി മാറ്റുന്ന പ്രമാണമാണ് ക്രിസ്തുവിന്റെ പ്രമാണം. great and small, anybody, any sect, it's a law of God that unifies. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുകയാണ്. It's the power of anointing that unites us to be one in Christ. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ശക്തി നൽകുന്നത് അറിയാമോ? What for is this power of anointing? ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണരായി മാറുവാൻ. We must be perfect in Christ. 1 കൊരിന്ത്യർ 4:12-13 വാക്യം. 1 Corinthians chapter 4. എഫേസ്യലേഖനം 4:12-13 വാക്യം. Correction. Ephesians chapter 4 verses 12 and 13. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധനയ്ക്കുമാകുന്നു. സമ്പൂർണ്ണമായ സഭ. It is a perfect body, that is a church. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണമായ സഭ. The church is a perfect body of Christ. അതിന് എഫേസ്യലേഖനം 1:23 വായിക്കുമ്പോൾ Ephesians chapter 1 verse 23. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ശരീരമാം സഭ. Which is his body, the fullness of him that fills in all. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. Given to his body the fullness of him that fills all in all. ദൈവമക്കളെ, നമ്മെ ഒന്നാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. Beloved people of God, this power of anointing is shed abroad. You know that in order that we may become united to be one. ഒരു ലിറ്റർ മാവിനെ അതെല്ലാവരും ഒന്നാക്കി തീർത്തത് ആ എണ്ണ ഒഴിച്ചപ്പോഴാണ്. A liter flour that became one once the oil is poured into it. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലരായി നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്നത് ഒരു ശരീരമാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. Beloved people of God, by this power of Holy Spirit, we the members of the body, we are different, we are united to be one in Christ. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മൾ ആരാണ്? Who are we? അവന്റെ ശരീരമാണ്. His body. അവന്റെ ശരീരമാണ്. His body. അതാണ് കൊലോസ്യർ 1:24 വായിക്കുമ്പോൾ Colossians chapter 1 verse 23. സഭയായ ശരീരത്തിന് വേണ്ടി പൂജിപ്പിക്കുന്നു. അങ്ങനെയല്ലേ വായിച്ചേ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ജഡത്തിൽ
എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കും. What is behind I fulfill for the church in my body. സഭയായ അവന്റെ ശരീരം, his body which is a church. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ശരീരമാണ്. I and you are the body of Christ. നമ്മുടെ കർത്താവായ യേശു തലയായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. Our Christ Lord Jesus Christ the head rose up and went to heaven. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യപരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റുന്ന 1:15-20 വാക്യത്തിൽ വായിക്കുന്നു. 1 Corinthians chapter 15 verse 20 we understand Lord Jesus Christ being the first fruit rose up ascended to heaven. ആദ്യപരം ക്രിസ്തു, first fruit is Christ, പിന്നെ ക്രിസ്തുവിനുള്ളവർ, then of Christ, അവന്റെ വരവിങ്കൽ, at his coming, പിന്നെ അവസാനം, then finally ആദ്യപരം ക്രിസ്തുവാണ്. first fruit is Christ. ആ ക്രിസ്തുവാരെ who is that Christ? സഭയുടെ തലയാണ്. He is the head of the church. സഭയായുന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും നരമ്പുകളാലും ഏകീഭവിച്ച് ചൈതന്യം വരുത്തി നമ്മെ ഒന്നാക്കി തീർക്കുന്നത്. It is from the head with the sinews and members knit together grow increase in the increases of God. ആമേൻ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇവിടെ ഇരിക്കുന്ന പല സ്വഭാവക്കാര്, people of diverse natures, പല ഭാഷക്കാര്, different tongues, പല ജാതിപ്പെട്ടവർ, different creed, പല ഗോത്രത്തിൽപ്പെട്ടവർ, different cultures, പല നിലയിൽ ജീവിച്ച വ്യക്തികൾ, different status. നമ്മെ എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റി. We are all united to be one in Christ. അവന്റെ ശരീരമാക്കി മാറ്റി. We had made the members of the body. ശരീരമായി സഭയാക്കി മാറ്റി. We had made the church, that's the body. അവന്റെ ശരീരമായി സഭയായി മാറണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കണം. To be the body, the church of Christ, you must be filled with the power of anointing. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. It is this power of anointing that transforms you. സകലത്തെയും കീഴ്പ്പെടുന്ന ശക്തി ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. This exceeding power which subdues everything is this power of anointing. നാം പ്രാപിച്ചിരിക്കുന്ന ഈ അഭിഷേകം നമ്മെ ദൈവമക്കളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. The very same anointing that we received is a power that is able to transform our life. നമ്മെ നിത്യതയെ കൊണ്ടെത്തിക്കുന്ന ശക്തിയാണ്. It's a power which is able to fetch us unto eternity. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം ആത്മാവ് നിറഞ്ഞാൽ പോരാ. It does not suffice as you are filled in anointing, as you report for the meeting. മക്കളെല്ലാവരും നിരന്തരം ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കണം. Incessantly he must be filled by the power of anointing and rejoice in the Lord. ദൈവരാജ്യത്തെ ഒരു കെട്ടിടത്തോട് ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്നു. The kingdom of God can be compared to a building. ദൈവരാജ്യത്തെ ഒരു കെട്ടിടത്തോട് ഉപയോഗിച്ച് പഠിക്കുകയാണ്. The kingdom of God is compared to a building. എഫേസ്യലേഖനം 2-20 വാക്യത്തിൽ വായിക്കുമ്പോൾ Ephesians chapter 2 verse number 20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ, ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. Upon the foundation, the apostles and the prophets, this is built. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. You are built together as a holy habitation by the Spirit. ദൈവമക്കളെ, ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമാണ്. Beloved people of God, Christ is our foundation. ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമാണ്. Christ is our foundation. അവൻ മൂലക്കല്ലാണ്. He is a cornerstone. അതിനോട് ചേർത്ത് പണിയുന്ന കല്ല് ദൈവമക്കളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമാണ്. The stones knit together, the foundation stones, the apostles and the prophets. ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പോസ്തലന്മാരില്ലാത്ത സഭയല്ല. The church devoid of apostles is not the real one. അപ്പോസ്തലന്റെ വാക്കിനർത്ഥം അയക്കപ്പെട്ടത്. The meaning of the term apostle is sent for. എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്ന ശിഷ്യന്മാരുടെ യേശു പറയുണ്ടായി. God told his disciples, as my father had sent me, lo, I send you too. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ പണം സമ്പാദിച്ച് ധനം സമ്പാദിച്ച് കീർത്തി നേടി അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നവരല്ല. അപ്പോസ്തലന്മാര് സകലയും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. Apostle is one who is not amassing wealth, reputation, position, or in this world. Rather, he is abnegating all his possessions and following the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരു അപ്പോസ്തലന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ what are the qualifications of an apostle? അവൻ വിളിക്കപ്പെട്ടവനായിരിക്കണം. He must be called.
വായിക്കാൻ സമയമില്ല. എബ്രായർ 5:4 വായിക്കും. Hebrews chapter 5 verse 4. ഒരു അപ്പോസ്തലന്റെ യോഗ്യത എന്താണ്? What is the qualification of an apostle? 7 കാര്യം അവന് യോഗ്യത ഉണ്ടായിരിക്കണം. 7 worthiness must be there. ഒന്നവൻ വിളിക്കപ്പെട്ടവനായിരിക്കണം. He must be called. ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. Apostle is called by God. ദൈവത്തിന് മഹത്വം. Glory be to God. മറ്റൊന്ന്, Secondly, മത്തായി 3:14 വായിക്കുമ്പോൾ Matthew chapter 3 verse 14. ദൈവത്താൽ ഐക്യപ്പെട്ടവനായിരിക്കണം. Must be sent by God. സ്വന്തമായിട്ട് പാസ്റ്ററായി മാറുകയല്ല. Not to self-ordination as pastor. സ്വന്തമായിട്ട് എടുത്ത് അല്ലെങ്കിൽ എന്റെ വേറൊരാള് അഭിഷേകം ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയല്ല ഇത്. Not to self-styled anointing. Another person must anoint him. അവൻ ഐക്യപ്പെട്ടവരായിരിക്കണം. He must be sent. ദൈവത്തിന് സ്തോത്രം. Praise be to God. വായിക്കുന്നത് മാർക്കോസ് 3:14 വാക്യം മാത്രം വായിച്ചേ. Mark chapter 3 verse 14. ഐക്യപ്പെട്ടവരായിരിക്കണം. He must be sent. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനായി ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. He ordained 12. ഒന്ന് തന്നോട് കൂടി ഇരിക്കണം. One to be with him. ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ ഇരിക്കണം. An apostle must be with God. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ തന്നോട് കൂടെ ഇരിക്കാൻ, ദൈവത്തോട് കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ശുശ്രൂഷകര്. Beloved people of God, an apostle is one who has been called to be with God. ദൈവത്തിന് മഹത്വം. Glory be to God. റോമർ 1:1 വായിക്കുമ്പോൾ Romans chapter 1 verse 1. അവൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. He must be separated by God. റോമർ 1:1 വാക്യം വായിക്കും, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. The first verse of first chapter of Romans speaks about this. He must be separated. 2 Corinthians 5:16 വായിക്കുമ്പോൾ 2 Corinthians chapter 5 verse 16. ആരെയും ജഡപ്രകാരം അറിയാത്തവരായിരിക്കണം. He must not know anybody after the flesh. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും വന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് അവിടെ കാത്തിരിക്കുമ്പോൾ ഒരുവൻ വന്ന് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിന്നെ കാണാൻ കാത്തിരിക്കുന്നു പറഞ്ഞു. The siblings of Lord Jesus Christ, accompanied with mother, wanted to see Jesus. They reported the matter to Jesus. എന്റെ അമ്മയാര്? Who is my mother? എന്റെ സഹോദരങ്ങളാര്? Who are my brethren? ആരാണ് ഒരു സഹോദരി? Who is a sister? നിനക്ക് ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സഹോദരനും സഹോദരിയും അമ്മയും. Pointing at the disciples said that he that does the will of my heavenly Father is my father and mother. അതുകൊണ്ടാണ് ലൂക്കോസ് 14:26 വായിക്കുമ്പോൾ യഥാർത്ഥ ശുശ്രൂഷകന്റെ ഒരു പ്രതിഷ്ഠയാണ് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും തന്റെ ജീവനും കൂടെ വെറുക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനാകാൻ കഴിയില്ല. Luke's Gospel chapter 14 verse 26 speaks about the worthiness of an apostle. He that does not forsake his father, his mother, his brother, his sister, his wife, his anything, and even life, he cannot be my disciple. He does not take his cross, even he cannot too be my disciple. ദൈവത്തിന് മഹത്വം. Glory be to God. അതാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. That's a real worker of God. അതാണ് അപ്പോസ്തലൻ. That's a real apostle. അതുകൊണ്ടാണ് അപ്പോസ്തലൻ 2:42 വാക്യം വായിക്കുമ്പോൾ Acts Apostles chapter 2 verse 42. അവര് ജലസ്നാനം സ്വീകരിച്ച് 3000 പേർ. People, 3,000 people who took water baptism. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം ഞുരുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. Hearkened to the doctrine of the apostles, took part in prayer, took part in breaking the bread. എന്താണ് അപ്പോസ്തലന്റെ യോഗ്യത? What's the worthiness of an apostle? കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നു, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുന്ന സുവിശേഷം അപ്പോസ്തലന്മാരെ പരമേൽപ്പിച്ചു. In Colossians we read, the doctrine was confided in the apostle to preach and present every man perfect in Christ Jesus. ദൈവത്തിന് മഹത്വം. Glory be to God. ആരെയും ജഡപ്രകാരം അറിയാത്തവർ. Not knowing anybody after the flesh. അതുകൊണ്ടാണ് വചനം വായിക്കുന്നത്, അപ്പനെയും അമ്മയെ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്നും സഹോദരന്മാരെ ഞാൻ ആദരിച്ചില്ല എന്ന് പറയുന്നു. Telling about the father and mother, I did not say. About the brethren, I did not consider. സ്വന്തം മക്കൾ ഓർത്തതുമില്ല. Did not think that not his own children. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞു വായിച്ചു. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ആവർത്തനം 33:9. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്നും സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെ നോർത്തില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും കാത്തുകൊണ്ട്. യഥാർത്ഥമായ അപ്പോസ്തലന്റെ പ്രമാണം എന്താണ്?
ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. not knowing anybody after the flesh. ദൈവത്തിന് മഹത്വം. Glory be to God. അതാണ് ശരിയായ ശുശ്രൂഷകൻ. That's a real minister of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അടുത്തതായിട്ട് അപ്പോസ്തലർ 10:38 വായിക്കുന്നു. Acts of Apostles chapter 10 verse 38. അവനൊരു അഭിഷിക്തനായിരിക്കണം. He must be anointed. ദൈവത്തിന് സ്തോത്രം. Praise be to God. ലൂക്കോസ് 16:26 അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരിക്കും. Luke's Gospel chapter 16 verse 26. He must be consecrated. 2 കൊരിന്ത്യർ 5:7 വാക്യം. 2 Corinthians chapter 5 verse 7. വിശ്വാസ ജീവിതം നയിക്കുന്നവരായിരിക്കണം. He must observe a life of faith. ഈ 7 യോഗ്യതയുള്ളവരാണ് ദൈവമക്കളെ യഥാർത്ഥ ശുശ്രൂഷകൻ. A real apostle is one who possesses all these 7 qualifications. ദൈവത്തിന് സ്തോത്രം. Praise be to God. യഥാർത്ഥ ശുശ്രൂഷകൻ ആര്? Who is a real minister unto God? മെൽക്കിസേദെക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷകൻ. The one who is doing ministry after the order of Melchizedek. മാതാവില്ല, no father, പിതാവില്ല, no mother, വംശാവലിയില്ല, no genealogy, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. no beginning and end of life. ദൈവമക്കളെ ഇടപ്രകാരം ആരെയും അറിയാത്തവൻ, not knowing anybody after the flesh. ആ പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകനാണ് യഥാർത്ഥമായിട്ട് അപ്പോസ്തലൻ. The real apostle is one who is a consecrated minister. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, Jesus told his disciples, കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടുവയ്ക്കുന്നില്ല. look at the fowls, they sow not, reap not collecting the bar. അവരെ പുലർത്തുവാൻ കഴിയുമെങ്കിൽ, if the Lord is able to nourish them, നിങ്ങൾ എത്ര നിശേഷതയുള്ളവരാണ്. you are more precious than they are. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My righteous, my just shall live by faith. മാറുന്നെങ്കിൽ അവന്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. And therefore the righteous doesn't have any will in his body. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കട്ടെ. We are not the ones falling away unto perdition, rather and the ones who are attaining this everlasting life by faith. ദൈവത്തിന് മഹത്വം. Glory be to God. സ്വർഗ്ഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. Many dwelling places in heaven. എന്റെ പിതാവിന്റെ വലത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് യോഹന്നാൻ 14:2 വായിക്കുന്നു. John 14 verse 2 says, there are many dwelling places, mansions in my father's house. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. But I go to prepare a place for you. ദൈവത്തിന് മഹത്വം. Glory be to God. ഏതാണ് സ്ഥലം? Which is that place? അനേക വാസസ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ല തന്നെ കാന്തയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. Not of the many dwelling places, not simply one is prepared for the wife. ഇതാണ്, which is that മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, പുതിയ യെരൂശലേം, സ്വർഗ്ഗസിയോൻ. most sublime places, New Jerusalem and Zion. പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകർക്ക്, the consecrated workers of God, യഥാർത്ഥ അപ്പോസ്തലന്മാർക്ക്, the real apostles, സ്വർഗ്ഗസിയോൻ ദൈവം ഒരുക്കുന്നുണ്ട്. will inherit the heavenly Zion. രക്ഷിക്കപ്പെട്ട സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധിയോട് ജീവിക്കുന്ന ദൈവമക്കളെ, saved, baptized, anointed, separated people of God, leading a holy life. അവ നിശ്ചയമായും ഒരു പുതിയ യെരൂശലേം നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Truly for you, the Lord is the preparing New Jerusalem. അപ്പോൾ സിയോനും യെരൂശലേം തമ്മിൽ യുക്തമായി ചേർത്തുമടയുകയാണ്. Jerusalem and Zion fitly framed together. തമ്മിൽ ഇടയ്ക്കുമടയിരിക്കുന്ന യെരൂശലേമേ, Jerusalem city compactly built together. സിയോനെ യെരൂശലേം ചേർത്ത് ഒന്നിച്ചുമടയുകയാണ്. Zion, Jerusalem fitly framed together. അങ്ങനെ പണിയുന്ന ഒരു മനോഹരമായ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. Such a beautiful construction is underway. യഹോവ സിയോനെ പണിത മഹത്വത്തിൽ പ്രത്യക്ഷനാകും. The Lord shall build up Zion and appear in His glory. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. പ്രിയ മക്കളെ, നമുക്ക് ചെന്ന് ചേരുവാൻ എവിടെയാണ് ചെന്ന് ചേരേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. Fellow people of God, which is our destination? Let us opt for. ഒരു യൗവനക്കാരൻ സാക്ഷി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? Young man testified. യൗവനക്കാരോട് ഞാൻ പറയട്ടെ, let me tell the youngsters, നിങ്ങൾ ദൈവത്തിന് വേറെ ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ അതിനെ മറികടന്നിട്ട് നിങ്ങൾ വേറെ പോകരുത്. if you're destined for the ministry of God, do not leap over it. ഒരു കുടുംബസ്ഥനായാലും കഷ്ടവും നഷ്ടവും പ്രതികൂലമായിരിക്കും. If you enter into your domestic life, there should be losses, sufferings and problems. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ളവർ അതിനായി പൂർണ്ണമായി സമർപ്പിച്ചാട്ട്, those who are ordained for the ministry of God, surrender, consecrate altogether. ഈ ശുശ്രൂഷ പോലെ മഹത്വമായ ശുശ്രൂഷ മറ്റൊന്നുമില്ല ദൈവമക്കളെ. Beloved people of God, there is no other ministry which is so glorious as this one. ഇതൊരു ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാണ്. This is an excellent ministry. ദൈവദൂതന്മാർ ആദരിക്കുന്ന ശുശ്രൂഷയാണ്. This is a ministry honored by the angels of God. സ്വർഗ്ഗം അംഗീകരിക്കുന്ന ശുശ്രൂഷയാണ്. This is a ministry approved of heaven. ഹല്ലേലൂയ. ദൈവം മാനിക്കുന്ന ശുശ്രൂഷയാണ്. This is a ministry honored by God. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്തല്ല ശുശ്രൂഷക്കാരൻ ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. Jesus says, he that serves unto me should follow me. Where I am, my minister shall be. He shall be honored by my Father.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവമക്കളെ, അങ്ങനെ കർത്താവിന്റെ മാർഗത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ശുശ്രൂഷക്കാർക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യമാണ് സ്വർഗ്ഗസിയോൻ. Thus for the people who are consecrated, who forsake everything for the sake of the kingdom of God, the Lord is preparing heavenly kingdom, which is a heavenly Zion. എന്ന ജയത്തോട് ജീവിക്കുന്ന, Those who are victorious, ഓർമ്മ പാലിക്കുന്ന, follow the law, വിശ്വാസത്തിന് നല്ലപോലെ ജീവിക്കുന്ന, doing the good battle of faith, സാത്താന്റെ ശക്തികളെ പോരാടി ജയമെടുക്കുന്ന, obtain victory over the powers of the devil, എല്ലാ രോഗം ജഡ പിശാചിനെ ജയിക്കുന്ന, overcoming the world of flesh and Satan. ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾ, People are maintaining in the grace of God. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടെ ജീവിക്കുന്ന ദൈവശക്തിയെ സൂക്ഷിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി അതിമഹത്തായി രാജ്യം ഒരുക്കുന്നുണ്ട്. അതാണ് പുതിയ യെരൂശലേം. Those who preserve the power of God, being filled by the fullness of anointing, the Lord is preparing a kingdom. That's a new Jerusalem. ദൈവത്തിന് മഹത്വം. Glory be to God. രക്ഷിക്കപ്പെട്ടവർക്ക് സ്വർഗ്ഗരാജ്യം കാണാൻ കഴിയും. For the saved ones, you can see the kingdom of God. നമ്മൾ കണ്ടാൽ പോരാ. It is not enough simply see. എന്നാൽ ഈ മക്കളെ ഏറ്റവും ശ്രേഷ്ഠമായ ആ സ്ഥലത്തേക്ക് ചെന്നെത്തുവാൻ കൊണ്ടും നമുക്ക് നമ്മെ യോഗ്യരായി മാറട്ടെ. To reach the most prodigious one, God must make us worthy. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എവിടെയാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്? Where should we go? മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ പാടിയല്ലോ, വേഗം ഞാൻ ചേർന്നിടും ആ ഭംഗിയേറിയ സ്ഥലത്ത്. We sang in the glorious, beautiful shore, very nigh, very soon I will reach. ജയത്തോട് ജീവിക്കുന്നവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. Jesus is coming for the victorious. നിർമ്മല ഹൃദയത്തോട് ജീവിക്കുന്നവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. Those who live with an impeccable heart, the Lord is coming nigh. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ വചനത്തെ അംഗീകരിച്ചവർ, അതുപോലെ ദൈവശക്തി സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മുഴങ്കാൽ മടക്കി കണ്ണടച്ചാട്ട്. Those who accept the word of God, those who want to be preserved in the power of God, close your eyes, kneel down. ദൈവത്തിന് മഹത്വം. Glory be to God. എല്ലാവരും കണ്ണടച്ച് മൂടിയാട്ട് Shall we close our eyes, kneel നമ്മുടെ down? ദൈവത്തിന്റെ സ്നേഹത്താൽ നമുക്ക് നിറയാം. Be filled in the love of God. നമ്മുടെ യേശു വരാറായി. Jesus is coming nigh. ഇന്ന് രാത്രികാലം വാസ്തവമായി ഈ വചനത്തെ നിങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ മേൽ ചൊരിയുന്ന പകരുന്ന സകലി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന സകലിയായിരിക്കും. Tonight, if you follow the Lord, there's a power that's going to follow you, that's able to take you to the kingdom of God. ഇങ്ങനെ പാട്ടുപാടി എന്ന് ആത്മാവ് നിറയണ്ട. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നെങ്കിൽ നിശ്ചയമായി ഇപ്പോൾ തന്നെ ഒരു അഭിഷേക ശക്തി ഉണ്ടാകും. Repeatedly singing chorus and not filled by the Spirit. If this word is profitable unto you, right now you are going to be filled by the love of God. 10 പേരെ ആത്മാവ് നിറഞ്ഞോടെങ്കിൽ അത് മതി. If 10 are filled with the Spirit, that is enough. ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ നിശ്ചയമായും നീ സ്വർഗ്ഗരാജ്യത്തിന് അന്യനല്ല. The power of God is working in you, and you are not an enemy to the kingdom of heaven. ദൈവശക്തി നിന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ നീ സ്വർഗ്ഗരാജ്യത്തിന് അന്യനല്ല. The power of God is working in you. You are not a stranger to the kingdom of God. ദൈവത്തിന്റെ വചനം നിന്നോട് അറിയിച്ചു. The word of God is spoken to you. ദൈവമക്കളെ, ദൈവശക്തിയാ നമുക്ക് അവകാശമാക്കി തീർക്കാം. Let us claim the power of God. എല്ലാവരും ദൈവമക്കളെ ആത്മാവിൽ സന്തോഷിച്ചാട്ടെ. Rejoice in the Spirit. അഭിഷേകം ഉണ്ടെങ്കിൽ അഭിഷേകത്തെ നിറയട്ടെ. There is anointing. Be filled with the anointing. അഭിഷേക ശക്തി ഉണ്ടെങ്കിൽ നിന്നോടുകൂടെ കർത്താവ് ഉണ്ട്. There is a power of anointing, which means the Lord is with you. അഭിഷേകം ഉണ്ടെങ്കിൽ കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. There is anointing, which implies the Lord is with you. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ ട്രിവാൻഡ്രത്തിരിക്കുന്ന സമയത്ത്, when I was serving in Trivandrum, വെങ്കഞ്ചി, വെങ്കടമ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഉണർവ് മീറ്റിംഗ് വെച്ചു. I used to conduct revival meetings in these places. എനിക്കത് പറഞ്ഞിരിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. Rejoice, inexplainable joy. ജനത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. People were not able to be controlled. അത്ര ഉണർവായിരുന്നു. So much revival. ആ ഉണർവ് മീറ്റിംഗിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവർത്തിയാട്ടെ. In this congregation, anybody who had നല്ലവണ്ണം കൈവർത്തി, please lift up your hands. വെങ്കടമ്പിലെ വെങ്കഞ്ചിലോ ആ ഉണർവ് മീറ്റിംഗ് ഒരാഴ്ചത്തെ മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ വന്ന് ആത്മശക്തി പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവർത്തിയാട്ടെ. 1 week's meeting, if anybody attended, rejoiced, lift up your hands. കുറച്ചുപേരെ ഉള്ളൂ, ബാക്കിയെല്ലാം മരിച്ചു പോയോ? എന്തുവാ? ദൈവത്തിന്റെ സ്തോത്രം. ബാക്കിയുള്ളവരും പോയോ? എവിടെ പോയി? ഉണ്ടോ? അപ്പോൾ അങ്ങനെ ആ മീറ്റിംഗ് സംബന്ധിച്ചിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇങ്ങനെ മടക്കിയിരിക്കത്തേ. ഒന്ന് എഴുന്നേറ്റാട്ടെ. ദൈവത്തിന് അതേ ശക്തി ഇന്ന് പകരാൻ പോകുകയാണ്. അങ്ങനെയുള്ളവർ അന്ന് സംബന്ധിച്ചിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നേ. നീ ലക്ഷിക്കണ്ട.
Do not feel ashamed of. Do not feel ashamed of. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. Such people stand up. അന്ന് സമ്മതിച്ചപ്പോൾ അനുഗ്രഹം പ്രാപിച്ചവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. Those who attend the meeting and rejoice in the Lord, please stand up now. ദൈവത്തിന് മഹത്വം. Glory be to God. ബാക്കിയുള്ളവർ കൂടെ എഴുന്നേൽക്കാം. Now others also join this. എല്ലാവരും എഴുന്നേറ്റാട്ടെ. Shall we all stand up now? ശക്തി പകരാൻ പോകുകയാണ്. Your fiery anointing is going to be shed abroad. ശക്തി പകരാൻ പോകുകയാണ്. The power of revival is going to be shed abroad. അന്നുണ്ടായ അതേ ശക്തി ഇന്ന് രാത്രി പകരാൻ പോകുകയാണ്. The same power is going to be reshowered right now. നൃത്തം ചെയ്തുകൊണ്ട് ആത്മാവിൽ ആരാധിക്കാം. Leaping, let us rejoice in the Lord. ദൈവമക്കളെ അതിന് കോറസ് പാടി എന്ന് ആത്മാവ് നിറയണ്ട. Not to sing in chorus again, not filled in the spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ദൈവമക്കൾ നിറഞ്ഞ് നൃത്തത്തോടെ ഒന്ന് സന്തോഷിച്ചാട്ട് ചില വീഴ്ചകൾ മാത്രമേ ഉള്ളൂ. Only a few minutes. Be filled in the power of anointing. Rejoice in the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ആത്മശക്തി നിറയട്ടെ. Be filled in the spirit of power. ശരീരത്തെ പിടിച്ചടക്കരുത്. Do not control yourself. നീ ആത്മാവ് നിറയുമ്പോൾ നിങ്ങളുടെ ബന്ധനം അഴിയപ്പെടാൻ പോകുകയാണ്. As you fill the spirit, all the bindings are going to be controlled. ആത്മാവ് നിറയുമ്പോൾ നിന്റെ പോരാട്ടം മാറാൻ പോകുകയാണ്. As you fill the spirit, all the battles are going to be turned away. നീ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗബന്ധനം അഴിയപ്പെടാൻ പോകുകയാണ്. What is the which is embarrassing you are going to be destroyed. നിന്നെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ ദൈവം ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. God is strengthening you not to take you into eternity. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ ആരും ഭയപ്പെടണ്ട. നൃത്തത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. Do not fear anybody. Dancingly rejoice in the Lord. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. Dance and worship the Lord. ആമേൻ. ആമേൻ. Praise the Lord. ആമേൻ. Praise the Lord. നമ്മുടെ യേശുവരായി. For Jesus is coming soon. നമ്മുടെ യേശുവരായി. Jesus is coming nigh. sabadakadakati bikadahati the like dahadudai. Amen. Sakriya narrate. Be filled with the power. Amen. നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിച്ചാട്ടെ. Leap and dance and worship in the Lord. നിന്നെ നൃത്തം ചെയ്യുമ്പോൾ നിന്റെ പാദം ഉയരുമ്പോൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും നിന്റെ പാദം കീഴിൽ തരും. അതിനെ ചവിട്ടി ഒഴിക്കുവാൻ കഴിയും. As you leaping, all the strange forces which are fighting against you shall be brought under your foot. You can tread, you can bruise them. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ശക്തി ഇറങ്ങട്ടെ. May power come upon you. ശക്തി ഇറങ്ങട്ടെ. May power come upon you. ശക്തി ഇറങ്ങട്ടെ. May strength come upon you. ശക്തി ഇറങ്ങട്ടെ. Come upon you. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. നിന്നോട് അലട്ടുന്ന പോരാട്ടങ്ങൾ ഇപ്പോൾ അകന്നു പോകാൻ പോകുകയാണ്. All these battles are fighting against you are going to roll away now. മന്ത്രവാദ ശക്തികൾ നീങ്ങാൻ പോകുകയാണ്. Power of witchcraft is going to be destroyed. നിന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തി വിട്ടുമാറാൻ പോകുകയാണ്. Power of darkness which is okay against you is going to depart from you. അനേക ദൈവമക്കൾ നൃത്തം ചെയ്ത് സന്തോഷിക്കുന്നുണ്ട്. Many are dancing and rejoicing in the Lord. നിന്റെ ഉള്ളംകാൽ ഉയരട്ടെ. May your steps come up. ഉള്ളം ഉയരട്ടെ. May your heart be elevated. ആമേൻ. ശത്രുവിന്റെ ശക്തികളെ ചവിട്ടി ഒഴിക്കുവീ. Come on, tread and destroy the power of the enemy. നമ്മുടെ യേശുവരായി. Jesus is coming nigh. യേശുവരായി. Jesus is coming soon. നമ്മുടെ യേശു സിയോനെ പണിത മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. Jesus is going to build himself and appear in glory. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Thank you, Lord. ശക്തി ഉണ്ട് അത്ഭുത ശക്തി യേശുവേ രക്തത്തെ. ആമേൻ. ശക്തി ഉണ്ട് അത്ഭുത ശക്തി കുഞ്ഞാടിൻ രക്തത്തിൽ. ശക്തി ഉണ്ട് അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ. ശക്തിയുണ്ട് അത്ഭുത ശക്തി കുഞ്ഞാടിൻ രക്തത്തിൽ. ശക്തിയുണ്ട്. ആമേൻ. അത്ഭുത ശക്തി നിന്നെ അത്ഭുതമാക്കി മാറ്റുന്ന ശക്തി. ആമേൻ. നിന്നെ അത്ഭുതമാക്കി മാറ്റുന്ന ശക്തി. അത്ഭുത ശക്തി. അത്ഭുത ശക്തി യേശുവേ
ശക്തി കുഞ്ഞാട്ടിനെ ചേർത്ത് ശക്തി ഉണ്ട് ഉണ്ട് അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ ഓ ശക്തി ഉണ്ട് ഉണ്ട് അത്ഭുത ശക്തി കുഞ്ഞാട്ടിനെ ചേർത്ത് ശക്തി ഉണ്ട് ഉണ്ട് അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ ശക്തി ഉണ്ട് അത്ഭുത ശക്തി കുഞ്ഞാട്ടിനെ ഹല്ലേലൂയ അത്ഭുത ശക്തി അത്ഭുത ശക്തി Wonderful power. നിന്നെ അത്ഭുതമാക്കി മാറ്റുന്ന ശക്തി The power that makes you wonder. നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുന്ന ശക്തി The power that makes your life wonder. നിനക്ക് ജീവൻ നൽകുന്ന ശക്തി The power that gives you life. ആ ശക്തിയെ നിറയുവി Hey, full to the power. ബലം പ്രാപിക്കുവി Attain strength and power. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Lord. Hallelujah. Praise the Lord. 2 മിനിറ്റ് മാത്രം. Only 2 more minutes. സമയം പോയതുകൊണ്ട് 2 മിനിറ്റ് മാത്രം. Time is over. Therefore, only 2 more minutes. എല്ലാവരും ആത്മാവിൽ സന്തോഷിച്ചാട്ടെ. Let's all rejoice in the Lord. പാട്ട് പാടുന്നില്ല. We are not going to sing lines. 2 മിനിറ്റ് നിങ്ങൾ പറക്കണം. 2 minutes you must fly. നൃത്തം ചെയ്യണം. Dance. 2 മിനിറ്റ് മതി. Only 2 minutes. നൃത്തം ചെയ്യട്ടെ. Dance. നൃത്തം ചെയ്യട്ടെ. Leap. നൃത്തത്തോട് സന്തോഷിക്കേ. Jump and rejoice. In the Lord. അതിനൊക്കെ ജയമെടുക്കുകയാണ്. Attain victory. സാത്താനെ തോൽപ്പിക്കുകയാണ്. Defeating the enemy. ഒരു ജീവൻ പ്രാപിക്കുകയാണ്. Attaining new life. ആമേൻ 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 ആമേൻ. ജയം കർത്താവേ, ജയം കർത്താവേ, ജയം കർത്താവേ. അഭിഷേകത്തിൽ ജയം, അഭിഷേകത്തിൽ ജയം, There is victory in അഭിഷേകത്തിൽ ജയം. anointing. There is victory in anointing. നാം യാതൊരു കർത്തരെ സ്തോത്രപ്പെടും. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. 3-ാം നാൾ കൂട്ടത്തെ ദേവൻ പുറപ്പെടുത്ത ആശീർവദിച്ചപടിയാൽ സ്തോത്രമുണ്ട്. 3-ാം ദിനയോഗത്തെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദേവനുടെ ആലോചനയെ വെളിപ്പെടുത്തിനപടിയാൽ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിശാചിനുடைய തന്ത്രങ്ങളെ അറിഞ്ഞ് അവനോട് എതിർത്ത് പോരാട ദേവൻ നമുക്ക് തന്ന് വല്ലമയിൻ അഭിഷേകത്തുക്കാക സ്തോത്രം பண்ணுவோம். പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് എതിർത്ത് പോരാടുവാൻ ദൈവം നമുക്ക് തന്ന ശക്തിയുടെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സർവായുധ വർഗത്തെ ധരിച്ച് പോരാട കൃപ തരുപടിയാക സ്തോത്രം பண்ணுவோம். സർവായുധ വർഗം ധരിച്ച് പോരാടുവാൻ കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അഭിഷേകത്തിനാൽ ദേവൻ തന്ന ജയത്തുക്കാക സ്തോത്രം பண்ணுவோம். അഭിഷേകത്താൽ ദൈവം തന്ന ജയത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം.